ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ച നാളെ ഇവിടെ നടക്കുന്ന സഭയിൽ നടക്കാനിരിക്കുകയാണ്. ഉദ്ഘാടക ഭാഷണത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പുതിയ തലമുറയിലെ കുട്ടികൾ വളരെയധികം ലിബറൽ ചിന്താഗതിയുമായി ഒരു കുടുംബം വേണ്ട, ബന്ധങ്ങൾ വേണ്ട, സ്വാർത്ഥരായി മാറുന്ന കാഴ്ച ഇന്ന് നമ്മൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ യൂണിറ്റ് ആകുന്ന കുടുംബം ലിബറലിസത്തിന് തകർക്കാൻ കഴിയാത്ത ആഴത്തിൽ വേരുകളുള്ള നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കെട്ടുറപ്പോടുകൂടി നിലനിർത്തുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ആവശ്യമാണ്. പരിശുദ്ധമായ ഇസ്ലാം ഓരോ ആളുകൾക്കും ഓരോരുത്തർക്കും അവരവരുടേതായ ഇടങ്ങളിൽ ഉത്തരവാദിത്വങ്ങൾ നൽകുന്നുണ്ട്. ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക്, ഒരു രാജാവിന്, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിക്ക്, ഒരു മുഖ്യമന്ത്രിക്ക് തന്റെ പ്രജകളോടുള്ളത് മാത്രമല്ല ഉത്തരവാദിത്വം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. കുല്ലുക്കും റാഇ, എല്ലാവരും ഭരണാധികാരികളാണ്, ഇടയന്മാരാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, അവരവരുടെ കീഴിലുള്ള ഭരണീയരായ, നമ്മൾ നേതൃത്വം കൊടുക്കുന്ന, നമ്മൾ പരിപാലിക്കുന്ന ആളുകളെ കുറിച്ച്, നമ്മുടെ കീഴിലുള്ള ഉത്തരവാദിത്വമുള്ള ആളുകളെ കുറിച്ച് ചോദ്യം ചെയ്യുന്നവരാണ്. ഭരണമേറ്റെടുക്കുന്ന ഖലീഫമാരും ഭരണാധികാരികളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വചനത്തിന്റെ കടുപ്പമോർത്ത്, കാഠിന്യമോർത്ത് ബേജാറായി. ഇന്ന് ഒരു മന്ത്രിസഭ രൂപീകരിച്ച് ഒരാൾ മന്ത്രിയായി, MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്ന് കേൾക്കുമ്പോൾ പത്രക്കാരും ചാനലുകാരും ഒക്കെ മന്ത്രിയുടെ, MLA-യുടെ വീടുകളിലേക്ക് ഓടിച്ചെന്നാൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് ഓടിച്ചെന്നാൽ അവിടെ സന്തോഷപുളകിതരായി, ആഹ്ലാദചിത്തരായി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആളുകൾ പരസ്പരം മധുരം പങ്കുവെക്കുന്ന, ലഡു തിന്നുന്ന കാഴ്ച പിറ്റേന്നത്തെ പത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇസ്ലാമിൽ അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 4 ഖലീഫമാരുടെ ഭരണത്തിന് ശേഷം ആ ഭരണത്തോട് കിടപിടിക്കുന്ന സമാനമായ ഒരു ഭരണം പിന്നെ ഇസ്ലാമിക ലോകം കണ്ടത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. ഉണ്ടോ സഖി ഒരു കുല, ഉണ്ടോ സഖി ഒരു കുല കുലനി, വാങ്ങിടുവാനായി 4 അണ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നുക. നമ്മൾ നല്ല രസത്തിൽ കേൾക്കുന്ന ഒരു പാട്ടാണ്. ഈ പാട്ട് യഥാർത്ഥത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായിരിക്കുമ്പോൾ തന്റെ ഭാര്യയോട് ചെന്നിട്ട് 4 അണ നിന്റെ കയ്യിൽ എന്ന് ചോദിക്കുകയാണ്. എന്തിനാണ് 4 അണ? മുന്തിരി തിന്നാൻ കൂടിയാകുന്നത്. ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് ആരാണ് നിങ്ങൾക്ക് അറിയില്ല, അങ്ങ് ഈ നാട്ടിന്റെ സുൽത്താനല്ലേ, ചെറിയ കുറച്ച് മുന്തിരി വാങ്ങി തന്നാൽ ഒരു 4 അണ പോലും കയ്യിലില്ലാത്ത യാചകനാണോ അങ്ങ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രമാത്രം സൂക്ഷ്മതയിൽ ജീവിച്ച ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത ദിവസം വീട്ടിൽ കൂട്ടക്കുഴച്ചിലായില്ല. മക്കളെയും ഭാര്യയെയും വിളിച്ചു വരുത്തിയിട്ട് പറയാണ്, പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട ഭാര്യ, ഇന്നു മുതൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കണം. എന്റെ നാട്ടുകാരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്, ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ സ്വന്തം ജോലിയെടുത്ത് അധ്വാനിച്ച് സ്വന്തമായിട്ട് ജീവിച്ചോളി എന്ന് പറഞ്ഞപ്പോ ആ വീട്ടിൽ നിന്ന് കൂട്ടക്കരച്ചിൽ വരികയാണ്. ചരിത്രത്തിൽ കാണാം, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തതിനു ശേഷം ജനാബത്ത് കുളിച്ചിട്ടില്ല.
മഹാനവറുകൾ രാത്രി സമയത്ത് അത്താഴത്തിന്റെ സമയത്ത് തഹജ്ജുദ് നിസ്കാരം നീണ്ട സമയം നിർവഹിച്ച് ആ നിസ്കാരപ്പായിരുന്നുകൊണ്ട് ദിനേന കരയുകയാണ്. എന്തിനാണ് കരയുന്നത്? മഹാനവറുകൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലല്ല ജീവിക്കുന്നത്. തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ഒരു മനസ്ഥിതിയല്ല മഹാനവറുകൾക്കുള്ളത്. പകല് മിക്കവാറും ദിവസങ്ങളിൽ നോമ്പ്, രാത്രി സമയത്ത് നീണ്ട നിസ്കാരം, വളരെ നല്ല ജീവിതം നയിച്ചിട്ടും എന്തിനാണ് മഹാനവറുകൾ ഇങ്ങനെ കരയുന്നത് എന്നറിയാൻ അവിടുത്തെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ എന്ന മഹതി ശ്രമിക്കുന്നുണ്ട്. മകൾ ചോദിക്കുന്ന സമയത്ത് മുഴുവനും ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ഒരു ദിവസം മകൾ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നെങ്കിലും നിങ്ങൾ ഇതിന് മറുപടി പറയണം, എനിക്കതിൽ നിന്നൊരു ഗുണപാഠം ലഭിക്കണം, അതുകൊണ്ട് എന്തിനാണ് ബാപ്പാ നിങ്ങൾ ഈ രാത്രി സമയത്ത് ഇങ്ങനെ ഇരുന്നുകൊണ്ട് കരയുന്നത് എന്ന വിവരം പറയണം എന്ന് മകൾ ആവശ്യപ്പെട്ടപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഗത്യന്തരമില്ലാതെ അന്ന് പറഞ്ഞ ഒരു വാക്ക്, ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്വം ഭരണം എന്നെ ഏൽപ്പിച്ചതോടുകൂടി ഈ നാട്ടിലെ പാവപ്പെട്ടവനും പണക്കാരനും, ഈ നാട്ടിലെ കറുത്തവനും വെളുത്തവനും, ഈ നാട്ടിലെ പണ്ഡിതനും പാമ്പരനും, ഈ നാട്ടിലെ അടിമയും ഉടമയും എല്ലാവരുടെയും ഉത്തരവാദിത്വം എന്റെ മേലിൽ നിയമിച്ചിരിക്കുകയാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് ഇവരുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം നീ ശരിക്കും നിർവഹിച്ചോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം ചെയ്യലിനെ ഞാൻ പേടിക്കുന്നുണ്ട്. അവിടെ എനിക്ക് മറുപടി പറയാൻ കഴിയുമോ എന്ന് എനിക്ക് ബേജാറുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഉത്തരവാദിത്തത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഈ ഒരു ചർച്ചയിൽ നിന്നുകൊണ്ട് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അന്ന് മകൾ കൊടുത്ത ഉത്തരത്തിലാണ് SYS മുന്നോട്ട് വെക്കുന്ന ഈ ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന വിഷയത്തിന്റെ അകത്താമ്പ് നടത്തുന്നത്. അവിടെ നമ്മളുടെ ആലോചനയാണ്, ചർച്ചയാണ്. എല്ലാവരും ഭരണാധികാരികളാണ്, ഉത്തരവാദിത്വമുള്ളവരാണ്. എല്ലാവരോടും നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞ് ആ വചനം അവിടെ അവസാനിപ്പിച്ചില്ല. മറിച്ച് അവിടുന്ന് പറഞ്ഞത് ഒരു പുരുഷൻ അവന്റെ കുടുംബത്തിലെ ഭരണാധികാരിയാണ്. അവന്റെ കുടുംബത്തെ കുറിച്ച് കൃത്യമായി അവനോട് ചോദ്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ എപ്പോഴും അവന്റെ കുടുംബത്തെ കുറിച്ച് സദാ ബോധമുള്ളവനായിരിക്കണം. ആ കുടുംബത്തിന്റെ പുരോഗതിയിലും കുടുംബത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളിലും ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരുമായിരിക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് നാട് മുഴുവനും നന്നാക്കാൻ വേണ്ടി ഇറങ്ങി കുടുംബം കുട്ടിച്ചോറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. നാട്ടുകാർക്ക് എല്ലാവർക്കും ആൾ അവൈലബിൾ ആണ്. ആരുടെ എന്താവശ്യത്തിനും ആളെ കിട്ടുന്നുണ്ട്. സ്വന്തം ഭാര്യയ്ക്ക് അയാളെ കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കാൻ പാടില്ല. കുടുംബത്തെ നോക്കാതെ ജോലിക്ക് പോകാതെ എന്തെങ്കിലുമൊക്കെ ത്വരീഖത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സിയാറത്തിന്റെ പേരിലോ എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് കുടുംബത്തെ പാഴാക്കാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നില്ല. സയ്യിദുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുന്ന് അദ്കയിൽ പറയുന്നത് കാണാം, അമ്മൽ മുഈലു ഫലാ യജൂസു ഖുഊദുഹു അൻ മക്സബിൻ ഇയാലിഹി മുതവക്കില. ഒരു മനുഷ്യൻ, കുടുംബമുള്ള ഒരു മനുഷ്യൻ, കുടുംബം പോറ്റുന്ന ഒരു മനുഷ്യൻ, ഒരു കുടുംബനാഥൻ ജോലി ചെയ്യാതെ ഒഴിഞ്ഞിരിക്കാൻ അവർക്ക് പറ്റില്ല. അത് അവർക്ക് അനുവദനീയമല്ല. കുടുംബത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിൽ തവക്കുലാക്കിയിട്ട് ഒരു കാരണവശാലും ആ മനുഷ്യൻ ജോലി ചെയ്യാതെ ഇരിക്കാൻ പാടില്ല. കുടുംബത്തിന്റെ കാര്യം നന്നായി ശ്രദ്ധിച്ച അത് ലോകത്തെ പഠിപ്പിച്ച നേതാവാണ്. സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് സംസാരിക്കാൻ രാത്രി സമയങ്ങളിൽ പ്രത്യേകം സമയം കണ്ടെത്താറുണ്ടായിരുന്നു.
ഓരോ ഭാര്യമാർക്കും അവിടുത്തെ കുറിച്ച് പറയാനുള്ളത് ഇങ്ങനെ തന്നെയാണ്. വഫാത്താകുന്ന സമയത്ത് 9 ഭാര്യമാരുണ്ട്. അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ ഓരോ ഭാര്യമാരുടെയും വീടുകളിലേക്ക് ചെന്ന് അവരുമായി കുശലം പറഞ്ഞ് അവസാനം അന്ന് ആരുടെ വീട്ടിലാണോ താമസിക്കുന്നത് ആ ഭാര്യയുടെ വീട്ടിൽ അവസാനം ചേരുന്നു. അവിടെ അന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം താമസിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമന്മാർ നാട്ടുകാരുടെ പൊതുപ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ സാധന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട് കുടുംബം നോക്കാതെ നടത്തുന്നവരല്ല. നാട്ടുകാർക്ക് സേവനം ചെയ്യുമ്പോൾ തന്നെ അവനവന്റെ കുടുംബത്തെ അവൻ മറക്കാൻ പാടില്ല. അവനവന്റെ വേണ്ടപ്പെട്ടവരെ അവൻ മറക്കാൻ പാടില്ല. മക്കളെ മറക്കാൻ പാടില്ല. അവർക്കൊക്കെ സമയങ്ങൾ അനുവദിച്ചു കൊടുക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമന്മാർ നിങ്ങളുടെ കുടുംബത്തോട് ആരാണ് നന്നായി പെരുമാറുന്നത് അവരാണ്. ഒരു പുരുഷന് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് അവന്റെ കുടുംബത്തിൽ നിന്നാണ്. നാട്ടുകാരുടെ മുമ്പിലൊക്കെ വളരെ നല്ല ശുചിയായിരിക്കും. പക്ഷെ സ്വന്തം ഭാര്യയോട് ചോദിച്ചാൽ ഭാര്യയുടെ കാര്യം പറയണ്ട, മൂപ്പരെ കാര്യം പറയണ്ട, മൂപ്പരെ നമുക്കിവിടെ കിട്ടാറില്ല, ഇവിടുത്തെ കാര്യത്തിൽ മൂപ്പരുണ്ടാകാറില്ല എന്ന രൂപത്തിലാണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ള വീട്ടുകാരുടെ മറുപടിയെങ്കിൽ നമ്മൾ നാട്ടിൽ ഹീറോയാണ്, വീട്ടിൽ സീറോ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ പ്രാസ്ഥാനിക കുടുംബം നമ്മുടെ മറ്റു സംഘടനകൾ SSF പോലെയുള്ള നമുക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാരായ നമ്മുടെ വിലമാക്കൾ ഈ SYSന്റെ സുന്നി യുവജന സംഘത്തിന്റെ 70ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രാസ്ഥാനിക കുടുംബങ്ങളെ ഒന്നടങ്കം വിളിച്ചു വരുത്തി എല്ലാ കുടുംബങ്ങളെയും എല്ലാവരെയും ബോധവൽക്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 5 കൊല്ലങ്ങൾക്ക് മുമ്പ് SYS ലിയാഫ എന്ന പേരിൽ ഒരു കുടുംബ സംഗമം നടത്തിയിരുന്നു. ആ കുടുംബ സംഗമത്തിലും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്, പ്രധാനമായും മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അന്ന് സംസാരിച്ചത്. ഇപ്പോൾ ഒരു കുടുംബത്തെ ആകെ ബാധിക്കുന്ന, നേരത്തെ ഉദ്ഘാടനത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കുടുംബം എന്ന് പറയുന്ന അടിസ്ഥാന യൂണിറ്റിനെ ഇല്ലായ്മ ചെയ്താൽ നമ്മുടെ നാട്ടിൽ കുടുംബം എന്ന കൺസെപ്റ്റ് ഇല്ലാണ്ടായി പോയാൽ എന്ത് ബാപ്പ എന്ത് ഉമ്മ, എനിക്ക് അവരോടൊരു ബന്ധവും ആവശ്യമില്ല. കാരണം അവരുടെ സുഖത്തിന് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചപ്പോൾ ഉണ്ടായതാണ് ഞാൻ. അതുകൊണ്ട് അവർക്ക് അവരുടെ സുഖം കിട്ടി, ഇനി അവരോട് എനിക്ക് ബന്ധമില്ല എന്ന രൂപത്തിൽ സംസാരിക്കുന്ന മക്കൾ നമ്മുടെ നാട്ടിൽ പെരുകപ്പെടുമ്പോൾ നമ്മൾ കുടുംബത്തിന്റെ പ്രാധാന്യം എന്താണ്, കുടുംബത്തിന്റെ കൂടെ സമയം ചെലവഴിക്കുന്നതിന്റെ ആ ഒരു പ്രാധാന്യം, പ്രസക്തി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. തങ്ങൾ വീട്ടുവേലകളിൽ സഹായിക്കാറുണ്ടായിരുന്നു. അവിടുന്ന് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ സഹായിക്കാറുണ്ടായിരുന്നു. അവിടുന്ന് പൊട്ടിയ ചെരുപ്പ് തുന്നാറുണ്ടായിരുന്നു സ്വന്തം കൈകൾ. വീട്ടുകാരെ എല്ലാ നിരക്കും സഹായിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്താലും എന്റെ പിന്നിലുണ്ടാകും സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ആയിഷ ബീവി എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഉടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകും. എത്രത്തോളം ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം പിടിച്ചാൽ പ്രിയപ്പെട്ട ഭാര്യ എവിടെയാണോ ചൂടുവെച്ച് വെള്ളം പിടിച്ചത് അതേ സ്ഥലം തന്നെ കരുതി കൂട്ടി അവിടെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂട് വെക്കുന്നു. സ്നേഹത്തിന്റെ വലിയ മാതൃകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് ഒരു കഷ്ണം മാംസത്തിന്റെ ഒരു അല്പഭാഗം ഭാര്യ കടിച്ചാൽ ആ കടിച്ച ഭാഗം തന്നെ അവിടുന്ന് ചുണ്ട് വെച്ചുകൊണ്ട് പല്ല് വെച്ചുകൊണ്ട് കടിക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അന്യം നിന്ന് പോയിരിക്കുകയാണ്. നമ്മളിന്നൊരു കല്യാണ പരിയിലെ ഒരു ടേബിളിൽ 4 ആളുകൾ അല്ലെങ്കിൽ 8 ആളുകൾ കൂടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 8 പേർക്കും ഗ്ലാസുകൾ വേണം, 8 പേർക്കും പ്ലേറ്റുകൾ വേണം എന്നതൊരു നിർബന്ധ ബാധ്യതയായി, ഒരു നിർബന്ധ കാര്യമായി മാറിയിരിക്കുകയാണ്. 8 ആൾക്ക് പ്ലേറ്റ് ഉണ്ടായിരിക്കണം, 8 ആൾക്ക് ഗ്ലാസ് ഉണ്ടായിരിക്കണം. കഷ്ടകാലത്തിന് ഒരാൾക്ക് ഗ്ലാസ് ഇല്ല എങ്കിൽ ആ സപ്ലയർ വിളിച്ചിട്ട് ഇവിടെ ഗ്ലാസ് കുറവാണ്, വേറൊരു ഗ്ലാസ് കൊണ്ടാന്ന് നമ്മൾ പറയും. നമ്മളെ ഒരാള് കുടിച്ച ഒരു ഗ്ലാസ്സിൽ നിന്ന് മറ്റൊരാൾ വെള്ളം കുടിക്കില്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങളൊക്കെ ഏകോദര സഹോദരങ്ങളാണ് എന്ന ആ ഒരു വാക്കൊക്കെ നമുക്ക് വഴതിൽ കേൾക്കാനുള്ളതും നമുക്കിങ്ങനെ ഓതിപ്പോകാനുള്ളതും ഒക്കെയായ ആയത്തുകളാണ്.
അത് പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും നമ്മൾ പരാജയമാണ്. നല്ല കാര്യങ്ങളിലൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു സ്വഭാവം. അതേസമയം ചീത്ത കാര്യങ്ങളിലോ പലപ്പോഴും കൂട്ടായ്മകൾ വളരെ സജീവമാണ്. ഒരാൾ വലിച്ച വീടി, ആ വീടി കുറ്റി അടുത്ത ആൾ വലിക്കും, അത് കഴിഞ്ഞാൽ അടുത്ത ആൾ വലിക്കും, അത് കഴിഞ്ഞാൽ അടുത്ത ആൾ വലിക്കും. ഇത് എത്ര ആൾ വലിച്ചാലും വലിയ കുഴപ്പമൊന്നുണ്ടാവില്ല. ഒരാൾ വിളിച്ച ക്ലാസ്സിൽ നിന്ന് മറ്റൊരാൾ കുടിക്കില്ല. അതുപോലെ അവിടുത്തെ ഭാര്യമാരോട് കുടിച്ച ആ പാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ അവര് ചുണ്ടുവെച്ച അതേ സ്ഥലത്ത് തന്നെ ചുണ്ടുവെച്ച് കുടിക്കുന്നു. ഈ ഒരു മാതൃക നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ഉമ്മയും ബാപ്പയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഉമ്മാന്റെ മുഖത്തുള്ള സങ്കടം, ബാപ്പാന്റെ മുഖത്തുള്ള ദുഃഖം ഇതൊക്കെ മക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്താ ഉമ്മാന്റെ മുഖത്തെന്തോ ഒരു ദുഃഖമുണ്ടല്ലോ, ഇത് കുട്ടികൾ മനസ്സിലാക്കണം. ബാപ്പാക്ക് എന്തോ ഒരു ടെൻഷൻ ഉള്ളത് പോലെ ഉണ്ടല്ലോ, ഇത് മക്കൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ അതിന് പറ്റിയ സാഹചര്യം, സൗകര്യം എന്ന് പറയുന്നത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നതാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകണം. എപ്പോഴും വീട്ടിൽ നമ്മൾ ഹീറോയാകണം. സഫിയ ബിബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഉയരം കുറഞ്ഞയാളാണ്. ആ ബീവിക്ക് ഒരിക്കലും ഒട്ടകപ്പുറത്തേക്ക് കയറാൻ പറ്റുന്നില്ല, ഉയരക്കുറവ് കാരണം. അവിടുത്തെ കാലിങ്ങനെ വെച്ച് ആ ഒട്ടകത്തിന്റെ ആ സമീപത്തി ഒട്ടകത്തോട് ചേർത്തി അവിടുത്തെ കാലിങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. ആ ഹബീബായ തങ്ങളുടെ കാലിൽ ചവിട്ടിയിട്ട് ഒട്ടകപ്പുറത്തേക്ക് കയറാൻ വേണ്ടി പറയാണ് സഫിയ ബിബി റളിയല്ലാഹു അൻഹ. അങ്ങനെ അവർ ഒട്ടകത്തിന്റെ പുറത്തേക്ക് കയറുന്നു. ആ ഒട്ടകപ്പെട്ടിൽ അവർ കയറിയിരുന്നു. യാത്രാസംഘം മുന്നോട്ട് പോയി. സഫിയ ബീവി കയറിയ ഒട്ടകത്തിന് വേഗത ലേശം കുറവാണ്, ആ സ്പീഡിൽ പോകുന്നില്ല ഒട്ടകം. വേഗത കുറഞ്ഞു. അതിന്റെ പേരിൽ സഫിയ ബീവിയുടെ സങ്കടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഒട്ടകപ്പെട്ടിൽ ഇരുന്നുകൊണ്ട് സഫിയ ബീവി കരയുകയാണ്. അവിടുന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് സഫിയ അങ്ങനെ കരയുന്നത്, ചെറിയ കുട്ടികളെ പോലെ എന്ന് ചോദിച്ച് ആശ്വസിപ്പിച്ച് ആ കണ്ണീര് തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെയും സഫിയ ബീവി കരഞ്ഞപ്പോൾ അവിടുത്തെ മേൽത്തട്ടം എടുത്തുകൊണ്ട് ആ മേൽത്തട്ടം കൊണ്ട് കണ്ണീര് തുടച്ചു കൊടുത്തത് ഹദീസിലുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൃപയാണ്, കാരുണ്യമാണ്, കുടുംബത്തോടുള്ള കെയറിംഗ് ആണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തോട് ഏറ്റവും ഉത്തമമായി പെരുമാറുന്നയാൾ ഞാനാണ്, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ കുടുംബത്തോട്, പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാരോട്, മക്കളോടൊക്കെ വളരെ നല്ല സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പെരുമാറും. നമ്മുടെ പ്രസ്ഥാനം സമസ്ത കേരള സുന്നി യുവജന സംഘം, അതുപോലെ SSF, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ മതപരമായ, സാമൂഹികമായ, സാംസ്കാരികമായ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ മദ്രസ ഇതുപോലെ നമ്മുടെ കേരളത്തിലും പുറത്തുമായി 10,000-കണക്കിന് മദ്രസകളിൽ നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ ഊർജം നൽകുന്നതും ഇതിനൊക്കെ നേതൃത്വം നൽകുന്നതും നമ്മുടെ സംഘടനകളാണ്, പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ഒരുപാട് നവോത്ഥാന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന, പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുത്ത, അതിനോട് സഹകരിക്കുന്ന ആളുകളുടെ കൂട്ടായ്മ, ഇത് പ്രാസ്ഥാനിക കുടുംബമാണ്. ആ പ്രാസ്ഥാനിക കുടുംബം എല്ലാവർക്കും മാതൃകയായ കുടുംബങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ചൂണ്ടിയിട്ട് കണ്ടോ, ആ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടോ, വളരെ മോശം എന്ന് പറയുന്ന ഒരു സാഹചര്യം വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സ്നേഹവും സന്തോഷവും സൗഹാർദ്ദവും എല്ലാം നിലനിർത്തി വളരെ സ്മാർട്ടായ ഒരു കുടുംബമായി എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കുടുംബ ജീവിതം നമുക്കുണ്ടാകണം. നമ്മുടെ കൂട്ടത്തിലൊക്കെ പല ആളുകളും കുടുംബത്തിൽ ശുണ്ടിയുള്ള ആളുകളാണ്. നിങ്ങളൊക്കെ വളരെ പാവങ്ങളാണ്, സാധനങ്ങളാണ്. യുക്തിലേശം ദേഷ്യം കൂടുതൽ, മൂക്കത്തെ ശുണ്ടിയാണ് നമുക്ക് എല്ലാവർക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേക്ക് ദേഷ്യം പിടിക്കും, ഒച്ചപ്പാട്, ബഹളം.
ഈ ദേഷ്യവും ഈ ബഹളവും ഈ കച്ചറയും, എന്നിട്ട് അതിന്റെ പേരിൽ നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കളും നമ്മുടെ മരുമക്കളും ഒക്കെ അവരുടെ മുമ്പിൽ പോയി ഒറ്റയ്ക്കിരുന്ന് കരയലും സങ്കടപ്പെടലും വിഷമിക്കലും പ്രയാസപ്പെടലും ഇങ്ങനെയുള്ള പല കലാപരിപാടികളും പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത്. ഈ ശാഠ്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ ഓരോ എന്താ പറയാ ഓരോ പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണം പ്രധാനമായിട്ടും അത് നമ്മുടെ ചില ശാഠ്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്ന് കരുതിയിട്ട് ആ പ്രശ്നത്തിന്റെ അനന്തര ഫലങ്ങളാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവില്ല. മറിച്ച് പലപ്പോഴും നമ്മുടെ കുറെ ശാഠ്യങ്ങളാണ് ഇതിനൊക്കെ കാരണമായി ഉണ്ടാകുന്നത്. പരിശുദ്ധ മദീനയിൽ നിന്ന് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കില്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താമസം അന്ന് ആയിഷ ബീവിയുടെ വീട്ടിലാണ്. ആയിഷ ബീവിയുടെ വീട്ടിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അന്ന് രാത്രി ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് സൈനബ ബീവിയുടെ വീട്ടിൽ നിന്ന് ഒരു പാത്രത്തിൽ പായസം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പാത്രം നിറയെ പായസവുമായിട്ട് ഒരു അടിമക്കുട്ടി വന്നിരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടിമക്കുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഇതെന്താണ്? പായസമാണ്. എവിടുന്നാണ്? ഇന്നാലിന്റെ സ്ഥലത്ത് നിന്നാണ്. ആയിഷ ബീവിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്ന രാത്രി ഞാനാണല്ലോ നബി തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്, എന്റെ ഫുഡാണല്ലോ നബി തങ്ങൾ കഴിക്കേണ്ടത്. അതിനെ ഓവർടേക്ക് ചെയ്യാൻ ഇവരാരാണ്? അതിന്റെ ആവശ്യമില്ല. ആയിഷ ബീവി ഈ പാത്രം കൊണ്ടുവന്ന കുട്ടിയുടെ കയ്യിൽ ഒരു കണ്ണു കൊടുത്തു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊക്കി നിൽക്കെ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ പാത്രം താഴെ വീണു. ആ പാത്രം പൊട്ടിപ്പോകുന്നു. അതിലുള്ള പായസത്തിൽ കുറെ ഭാഗം നിലത്ത് മണ്ണിലായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രംഗം കണ്ടിട്ട് എന്താണ് ചെയ്തത്? നമ്മുടെ വീട്ടിലേക്ക് തൊട്ടടുത്ത വീട്ടിൽ നിന്നൊരു പലഹാരം വന്നു നമ്മുടെ ഭാര്യ ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്താൽ നമുക്കെന്താ തോന്നുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെയ്തത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ചീത്ത പറയാനോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ അടിക്കാനോ ഒന്നും പോയില്ല എന്ന് മാത്രമല്ല, അവിടെ നിന്ന് നിലത്തിരുന്ന് ആ പൊട്ടിയ പാത്രത്തിന്റെ ചീടുകൾ പെറുക്കിയെടുത്ത് നഷ്ടപ്പെട്ടു പോകാത്ത പായസത്തിന്റെ ഭാഗങ്ങൾ വടിച്ചെടുത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളെ ഉമ്മാക്ക് വിറപ്പിച്ചതാണ്, നിങ്ങളെ ഉമ്മാക്ക് ദേഷ്യം പിടിച്ചതാണ്. നിങ്ങളെ ഉമ്മ ഇങ്ങനെ ദേഷ്യം പിടിക്കേണ്ട ആളല്ല. അടിമക്കുട്ടിയോട് പറയാണ്, നിങ്ങളുടെ ഉമ്മ ഇങ്ങനെ ദേഷ്യം പിടിക്കേണ്ട ആളല്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ആൾക്കാർ ഇങ്ങനെ ദേഷ്യം പിടിക്കേണ്ട ആളൊന്നുമല്ല. പക്ഷേ നിങ്ങളെ ഉമ്മാക്ക് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കേണ്ട താമസം മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബിയോട് മാപ്പ് പറയുകയാണ്. ആയിഷ ബീവി ചിന്തിച്ചിട്ടുണ്ടാകും, എന്റെ പെരടിക്ക് രണ്ടെണ്ണം തന്നിയെങ്കിൽ ഇത്ര വിഷമുണ്ടാവില്ലായിരുന്നു. കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടെ ചെയ്ത പ്രവർത്തനം എന്താണ്? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സംയമനം പാലിച്ചുകൊണ്ട് കൊടുത്ത മറുപടി എന്താണ്? ഇത് കുടുംബജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു മാതൃകയാണ്. ഈ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ സംഭവം അങ്ങനെ തന്നെ എടുത്തു വെച്ചതുപോലെ അമേരിക്കക്കാരനായ മനഃശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് പറയുന്നയാൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന വലിയൊരു തത്വം പറയുമ്പോൾ, മനഃശാസ്ത്രത്തിന്റെ വലിയൊരു തത്വം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദാഹരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹം ഒരു തിയറി പറഞ്ഞിട്ടുണ്ട്. ABC തിയറി എന്ന് പറയും. ഞാനത് വിശദീകരിക്കല്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന് ചില അനന്തര ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ടാകും. ഒരു ഉദാഹരണം പറയാം. നമ്മളെ കുട്ടികൾ നിസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ മദ്രസയിൽ ഉസ്താദ് വന്നു നോക്കുമ്പോൾ കുട്ടികൾ ആരും ഹോംവർക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഭാര്യ വേണ്ട രൂപത്തിൽ പരിഗണിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് ഒന്ന് വീട്ടിൽ പോയി വരട്ടെ എന്ന് സമ്മതം ചോദിച്ചപ്പോൾ ഭർത്താവ് സമ്മതം കൊടുത്തിട്ടില്ല. ഇങ്ങനെ തുടങ്ങി നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഉണ്ട്. ഏത് പ്രശ്നം
പ്രശ്നമായാലും ശരി, ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ ചില അനന്തര ഫലങ്ങൾ ഉണ്ടാകും. കുട്ടികൾ എഴുതാതെ വന്നത് ഉസ്താദ് കാണുമ്പോൾ ഉസ്താദിനെ ദേഷ്യം പിടിക്കുകയും ഉസ്താദ് വടിയെടുത്തുകൊണ്ട് കുട്ടികളെ അടിക്കുകയോ ശകാരിക്കുകയോ ചെയ്തേക്കാം. അതല്ലെങ്കിൽ കുട്ടികൾ നിസ്കരിക്കാത്തത് കാണുമ്പോൾ ഉമ്മാക്ക് ദേഷ്യം പിടിച്ച് വാപ്പാക്ക് ദേഷ്യം പിടിച്ച് അവരെ ചീത്ത പറയുകയോ അടിക്കുകയോ ചെയ്തേക്കാം. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നത്തോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയുണ്ട്. അതിനാൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളുണ്ട്. ഭർത്താവ് എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഭർത്താവ് ചൂടായി ദേഷ്യം പിടിച്ചു, ഭാര്യ സങ്കടമായി, ഭാര്യ കുറേ സമയം കരഞ്ഞു, ഒരു വലിയ പ്രശ്നമുണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി, പിന്നെ 2 ദിവസം മിണ്ടുന്നില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഉസ്താദ് കുട്ടികൾ എഴുതാത്തതിന്റെ പേരിൽ കുട്ടികളെ ശകാരിച്ചു, കുട്ടികളെ അടിച്ചു, അങ്ങനെ അതൊരു വലിയ പ്രശ്നമായി. ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇവിടെ ഇദ്ദേഹം പറയുന്നത്, ആൽബർട്ട് പറയുന്നത്, ഈ പ്രശ്നങ്ങളല്ല യഥാർത്ഥത്തിൽ ഈ അനന്തര ഫലങ്ങളാകുന്ന പ്രയാസങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നാണ്. മറിച്ച് അതിന്റെ ഇടയിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ചില ശാഠ്യങ്ങളാണ് അതിന് കാരണമാണ്. ഏതാ നമ്മുടെ ശാഠ്യങ്ങൾ? നമ്മുടെ ശാഠ്യങ്ങളെന്നോ നിർബന്ധങ്ങളെന്നോ വേണമെങ്കിൽ അതിനെ വിളിക്കാം. എന്റെ ഭാര്യ ഞാൻ പറയുന്നത് പോലെ ജീവിക്കണം. എന്റെ മദ്രസയിലെ എന്റെ ക്ലാസ്സിലെ കുട്ടികൾ ഞാൻ എഴുതാൻ പറഞ്ഞ അപ്പൊ തന്നെ എഴുതണം. അവരത് നാളെ എഴുതി കൊണ്ടെന്ന് പറഞ്ഞാൽ മുഴുവൻ ആളുകളും എഴുതി കൊണ്ടുവന്നിരിക്കണം. എന്റെ മക്കൾ വാങ്ങു കേട്ടാൽ ഉടനെ നിസ്കരിച്ചോളണം. ഇങ്ങനെ ചില ശാഠ്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ട്. ഈ ശാഠ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത പ്രവൃത്തിയിൽ ഈ ഒരു തിയറിയെ നമുക്ക് കാണാൻ കഴിയും. ആയിഷ ബീവി എന്റെ ഭാര്യയാണ്, ഞാൻ ഉണ്ടാക്കി കൊടുത്ത വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ആ വീട്ടിലേക്ക് ഒരു വിഭവവുമായിട്ട് ഒരാൾ വന്നപ്പോൾ അതിഥിയെ അനാദരിക്കുകയും ആ അതിഥിയുടെ കയ്യിലടിക്കുകയും എന്നിട്ട് ആ ഭക്ഷണ സാധനം നശിപ്പിക്കുകയും ആ പാത്രം പൊട്ടിക്കുകയും ചെയ്തത് ശരിയാകില്ല. ആയിഷ എന്ന എന്റെ ഭാര്യ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തങ്ങൾക്ക് ദേഷ്യം പിടിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ റസൂലുള്ളാഹി അലൈഹി വസല്ലം ചിന്തിച്ചത് അങ്ങനെയല്ല. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. നമ്മുടെ മക്കൾ, ആ മക്കളൊക്കെ നന്നാകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. ബാങ്ക് കേൾക്കുമ്പോൾ അവർ പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കാം. അത് അല്ലാഹുവിനോട് പഠിച്ചോനെ എന്റെ മക്കൾ അങ്ങനെ ആക്കണേ എന്ന് ദ്വാരക്കാം. മക്കളോട് നമുക്ക് പറയാം, മോനെ ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ നീ പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ് ഉപ്പാന്റെ ആഗ്രഹം. എനിക്കതാണ് സന്തോഷം, ഉമ്മക്ക് അതാണ് ഇഷ്ടം എന്നൊക്കെ നമുക്ക് അവരോട് പറയാമെന്നല്ലാതെ ആ കുട്ടികളെ നിയന്ത്രിച്ച് അവർ ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് പള്ളിയിൽ പോയേ പറ്റൂ എന്നത് നമ്മുടെ ശാഠ്യമാണ്. അങ്ങനെ ശാഠ്യം പിടിച്ചാൽ പലപ്പോഴും വീട്ടിൽ നിന്ന് കലഹങ്ങൾ ഒഴിവാക്കുകയില്ല. അതിന് വേണ്ടത് നമ്മളെ ഈ ശാഠ്യം ഒഴിവാക്കണം. അപ്പൊ കുട്ടികൾ തറക്കത്തിൽ നിസ്കരിക്കണം. അതിന് നമ്മുടെ ശാഠ്യം പിടിക്കണം. നമ്മൾ ആഗ്രഹിക്കണം, മക്കളോട് പറയണം, നല്ല സ്വഭാവത്തിൽ നല്ല ശീലത്തിൽ മക്കളോട് പറയണം, മക്കളെ നിങ്ങളൊക്കെ ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ പള്ളിയിൽ നിസ്കരിക്കലാണ് എന്റെ ആഗ്രഹം, എനിക്ക് സന്തോഷമാണ്. അങ്ങനെ നിസ്കരിച്ച് വരുമ്പോ ആ മക്കൾക്ക് പ്രോത്സാഹനം കൊടുക്കണം. അപ്പൊ അവർ സ്ഥിരമായി നിസ്കരിക്കുന്നവരാണ്. അതേസമയം ഒരു മദ്രസയിൽ ഉസ്താദിനെ പറ്റി ചോദിച്ചു, ഉസ്താദ് കുട്ടികളോട് പറയണം, നിങ്ങളൊക്കെ ഹോംവർക്ക് കൃത്യമായി ചെയ്തു വരലാണ് എന്റെ ആഗ്രഹം, നിങ്ങളെല്ലാവരും പാഠം പഠിക്കലാണ് എന്റെ ആഗ്രഹം. അങ്ങനെ പഠിച്ചു വന്നാൽ വലിയ സന്തോഷമാണ്, ഞാൻ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഇത് ഉസ്താദ് കുട്ടികളോട് പറയണം. അള്ളാഹുവോട് പഠിച്ചോനെ ഞാൻ പഠിപ്പിക്കുന്ന മക്കളെ ഒക്കെ നന്നാക്കണേ, അനുസരണയുള്ളവരാക്കണേ എന്ന് ദ്വാരക്കണം. ഇതേ ഉസ്താദ് ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും കുട്ടികൾ ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞതുപോലെ കേട്ടിട്ടില്ലെങ്കിൽ ആ കുട്ടികളെ അടിച്ചത് കൊണ്ടോ അവരെ ശകാരിച്ചത് കൊണ്ടോ ആ പ്രശ്നത്തിലൂടെ പരിഹാരം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തങ്ങൾ മദീനയിൽ നിന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചു തന്ന ആ മാതൃക, സ്വന്തം ഭാര്യ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഭക്ഷണ സാധനത്തിന്റെ ആ പാത്രം തട്ടിത്തെറിപ്പിച്ച് ഒരു പ്രയാസം അവിടെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായപ്പോൾ, അബദ്ധത്തിൽ ഒരു കാര്യം സംഭവിച്ചപ്പോൾ അതിനെ പർവ്വതീകരിച്ച് അവിടെ ബഹളമുണ്ടാക്കി, ഒച്ചപ്പാടുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, ആ പ്രശ്നത്തെ വീണ്ടും പർവ്വതീകരിക്കാതെ വളരെ സംയമനത്തോടുകൂടി അതിനെ നേരിടുകയും പാത്രം പൊട്ടിച്ചതിനെ വേറെ പാത്രം ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് സൈനബ ബീവിയുടെ വീട്ടിലേക്ക് കൊടുത്തയക്കുകയും ആയിഷ ബീവിയുടെ ജീവിതത്തിൽ വലിയ ഒരു പാഠം തങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്യും. ഈ മാതൃകയാണ് നമ്മൾ വീട്ടിൽ സ്വീകരിക്കേണ്ടത്.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ് വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഭർത്താവിന്റെ വീട്ടിൽ ഭാര്യ അവളാണ് ഭരണാധികാരി. ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് ഭാര്യ. വമസ്ഊലത്തുൻ അൻ റഇയതിഹാ, അവളെക്കുറിച്ച് അവളുടെ ഭരണകാര്യങ്ങളെ പറ്റി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുക തന്നെ ചെയ്യും. വീട്ടിലെ ഉമ്മ അല്ലെങ്കിൽ വീട്ടിലെ ഭാര്യ അവര് വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, ഭർത്താവിന്റെ സമ്പത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സമ്പത്തിന്റെ കാര്യത്തിൽ, ഇതിലൊക്കെ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഉമ്മ, ഒരു വീട്ടിലെ ഗൃഹനാഥ അവർ ഉത്തരവാദിത്തമുള്ളതാണ്. അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ കൃത്യമായി നിർവഹിക്കണം. അതുകൊണ്ടാണ് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിച്ച് നീ വിജയിച്ചോ എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നല്ല ഒരു പെണ്ണാണെങ്കിൽ, ദീനുള്ള പെണ്ണാണെങ്കിൽ അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദതഹാ, ഒരു ഉമ്മ, ആ ഉമ്മ ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു കലാലയമാണ്. ആ ഉമ്മ നിന്റെ മക്കളെ നന്നായി പഠിപ്പിക്കും. അവരൊരു കലാലയത്തിൽ പഠിക്കുന്നത് പോലെ, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് പോലെ നല്ല അതവുള്ളവരായി അവർ വളരും. ഉമ്മമാര് നന്നാവുകയാണെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഉമ്മമാരെ, ഭാര്യമാരെ എല്ലാവരെയും നല്ല സ്വാലിഹാത്തുകളിൽ, മുഅ്മിനാത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മൾ നിസ്കരിച്ച മഗ്‌രിബ് നിസ്കാരത്തിന്റെ ഒക്കെ കൂലി കിട്ടുന്ന ഒരു മഹാനുണ്ട്. ഈ ഓമച്ചപ്പുഴയിൽ വരിക്കോട്ട് തറയിലുള്ള നമ്മളെല്ലാവരും നിസ്കരിച്ച നിസ്കാരത്തിന്റെ ഒരു കൂലി പോകുന്ന ഒരു ഖബറുണ്ട്. അത് ആരുടെ ഖബറാണ്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്. കാരണം നിസ്കാരത്തിൽ 14 ഫർളുകളുണ്ട് എന്നറിയാം. എണ്ണി ഓരോ ഫർളുകൾ, ഒന്ന് നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം, 3 നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ, 4 ഫാത്തിഹ ഓതൽ. ഇങ്ങനെ നിസ്കാരത്തിന്റെ ഫർളുകൾ പരിശുദ്ധ ഖുർആനും ഹദീസും നോക്കി പഠിച്ച് ഗവേഷണം ചെയ്ത് അതിൽ നിന്ന് നുള്ളിപ്പെറുക്കി നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വെച്ചു തന്നു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പണിയെടുത്തില്ലെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെടണം. പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതണം, ഹദീസ് മുഴുവനും പഠിക്കണം. എന്നിട്ട് അതിൽ നിന്ന് നിസ്കാരം എങ്ങനെ നമ്മൾ കണ്ടെത്തണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ എളുപ്പമായി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വന്ന് കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് നിസ്കാരത്തിന്റെ ശർത്തും ഫർളും സുന്നത്തുകളും 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴേക്ക് 500-ലധികം സുന്നത്തുകൾ നമുക്ക് ചെയ്യാനുണ്ട്. ഈ സുന്നത്തുകൾ ഓരോന്നും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എണ്ണി നമ്മളെ മുമ്പിലേക്ക് വെച്ചത്. നമ്മുടെ ഒന്ന് ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുമ്പോഴേക്ക് 40ഓളം വരുന്ന സുന്നത്തുകൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. ഇങ്ങനെ ഈ സുന്നത്തുകളും ഫർളുകളും ശുറൂത്തുകളും എല്ലാം എണ്ണി നമ്മളെ മുമ്പിലേക്ക് വെച്ചു തന്ന ഇമാം ഷാഫിഈ തങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ നിസ്കാരത്തിന്റെയും കൂലി പോകുന്നുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ മുഴുവനും കൂലി പോകുന്നുണ്ടെങ്കിൽ ഇമാം ഷാഫിഈ തങ്ങൾക്ക് കിട്ടുന്നത് മുഴുവനും അല്ലാഹു കൊടുക്കുന്ന വേറെ ഒരു ഖബറുണ്ട്. അതായത് ഷാഫിഈ ഉമ്മാന്റെ ഖബറാണ്. ഷാഫിഈ ഇമാമിന് എന്താണോ അല്ലാഹു കൊടുക്കുന്നത് അത് മുഴുവനും ഷാഫിഈ ഇമാം കൊടുക്കും, ഷാഫിഈ ഇമാമിന്റെ ഉമ്മ. കാരണം ഷാഫിഈ ഇമാമിനെ ഷാഫിഈ ഇമാമാക്കി മാറ്റിയത് ഉമ്മയാണ്. ചെറിയ പ്രായത്തിൽ ബാപ്പ മരിച്ചപ്പോൾ യതീമായി വളർന്ന ആ കുഞ്ഞിനെ, യതീമായ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ യതീം കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. യതീം കുട്ടികൾ ആരും ചീത്ത പറയൂല, ആരും ശകാരിക്കൂല. ഓൻ യതീം കുട്ടിയല്ലേ എന്ന് പറയുന്നു. എന്തു വിരുദ്ധങ്ങൾ കളിച്ചാലും എല്ലാവരും എന്റെ ഓർമ്മയിലാക്കി അതൊരു ബാപ്പന്റെ അതേസമയം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മാത്രമല്ല, ചരിത്രത്തിൽ മഹത്വത്തിന്റെ വലിയ പടവുകൾ കയറിയ ഒട്ടുമുക്കാൽ ആളുകളും യതീമുകളാണ്. ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ചരിത്രം കഴിഞ്ഞ മാസം ജീലാനി തങ്ങൾ യതീമായിരുന്നു. ഷെയ്ഖ് റിഫാഈ തങ്ങളുടെ വാപ്പയും ചെറിയ പ്രായത്തിൽ മരിച്ചില്ലേ. ഇങ്ങനെയുള്ള മഹാന്മാരൊക്കെ യതീമുകളായിരിക്കെ തന്നെ വലിയ സ്ഥാനം നേടിയ ആൾക്കാരാണ്. അത്ഭുതമാണ് അവരുടെ ജീവിതം. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു യതീമായപ്പോൾ ആ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ വളർത്തിക്കൊണ്ടുവന്ന് ഷാഫിഈ ഇമാമിന്റെ ഉമ്മ ജോലിക്ക് പോയി. ഷാഫിഈ ഇമാമിനെ അസ്ഖലാനിയിൽ നിന്ന് മക്കയിലേക്ക് പല തവണ ചെറിയ പ്രായത്തിൽ കൊണ്ടുപോയി. 2 വയസ്സ് പ്രായം ഷാഫിഈ ഇമാമിനുള്ള സമയം മുതൽ മക്കയുടെയും അസ്ഖലാനിന്റെയും ഇടയിൽ ഉമ്മ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. മക്കയിലുള്ള കുടുംബക്കാരുടെ അടുക്കൽ കൊണ്ടുപോയി ഷാഫിഈ ഇമാമിനെ കാണിച്ചു കൊടുത്തു. 7 വയസ്സായപ്പോഴേക്ക് പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഷാഫിഈ ഇമാം കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഷാഫിഈ ഇമാമിന്റെ ഉമ്മാക്ക് വലിയ പങ്കുണ്ട്.
ഷാഫി ഇമാമിന്റെ ഉമ്മ വലിയ തഖ്വയുള്ള ഒരു മഹദിയായിരുന്നു. ബനൂ അസ്ദ് ഗോത്രക്കാരിയായിരുന്നു, ഒരു ഖുറൈശിയായിരുന്നില്ല. ആ ഉമ്മ കഷ്ടപ്പെട്ടത് കൊണ്ടാണ്, ത്യാഗം സഹിച്ചത് കൊണ്ടാണ് ഷാഫി ഇമാമായത്. ഷാഫി ഇമാമിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം എല്ലാ വിജ്ഞാനത്തിന്റെ മേഖലയിലും മഹാനവറുകൾ മുഹമ്മൽ ഹുജ്ജത്തു ഫിൽ ഇൽമി ഫീഹി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് എല്ലാ വിജ്ഞാന ശാഖയിലും ഷാഫി ഇമാം വലിയൊരു ഹുജ്ജത്താണ്, വലിയ മഹാനാണ് എന്ന് പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് മഹാനവറുകൾ പറഞ്ഞു, ഷാഫി ഇമാമിനെ പോലെ ഒരാളെ പടച്ചു എന്ന്, വേറെ ഒരാളെ അല്ലാഹു പടച്ചു എന്ന് ഞാൻ ഭാവിക്കുന്നു പോലുമില്ല. എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഷാഫി ഇമാമിനെ പോലെ മഹത്വമുള്ള ഒരാളെയും കണ്ടിട്ടില്ല. അവിടുന്ന് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണ് പറഞ്ഞത്, ഭൂഖണ്ഡങ്ങൾ മുഴുവനും വിജ്ഞാനം കൊണ്ട് നടക്കുന്ന ഒരു പണ്ഡിതൻ വരാനുണ്ട് എന്ന് തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് എന്റെ ഉസ്താദായ ഷാഫി ഇമാമിനെ പറ്റിയാണ് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അത്രയും മഹത്വം ഷാഫി ഇമാം നേടിയിട്ടുണ്ടെങ്കിൽ 7 വയസ്സായപ്പോഴേക്ക് ഖുർആൻ മനഃപ്പാഠമാക്കി, 10 വയസ്സായപ്പോഴേക്ക് അവിടുത്തെ ഉസ്താദായ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം മുഴുവനും മനഃപ്പാഠമാക്കി. ഇങ്ങനെ ഷാഫി ഇമാം വിജ്ഞാനത്തിന്റെ പടവുകൾ കയറിയത് ഷാഫി ഇമാമിന്റെ ഉമ്മയുടെ അധ്വാനത്തിന്റെ ഫലമാണ്. ആ ഉമ്മ നന്നായതുകൊണ്ടാണ്. അതുകൊണ്ട് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെ അവരെ അതവ് പഠിപ്പിക്കുന്നതിൽ, അവർക്ക് നല്ല ചിട്ടകൾ പകർന്നു കൊടുക്കുന്നതിൽ വലിയ പങ്കുണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ. ഞാൻ മദ്രസയിൽ 1-ാം ക്ലാസ് എടുക്കുന്ന ഒരു ഉസ്താദാണ്. 1-ാം ക്ലാസ്സും 11-ാം ക്ലാസ്സുമാണ് എന്റെ ക്ലാസ്. 1-ാം ക്ലാസ്സിലെ കുട്ടികൾ രാവിലെ വന്നാൽ ഞാൻ അവരോട് ചോദിക്കും, മക്കളെ നിങ്ങൾ ചൂടുള്ള ചായ കുടിച്ച ആൾക്കാരാണ്? കുട്ടികളൊക്കെ കഴിയുന്നില്ല. രാവിലെ പിന്നെ തണുത്ത ചായ ഉണ്ടാവില്ല, ചൂടുള്ള ചായ. രണ്ടാമത്തെ ചോദ്യം, ചൂടുള്ള കടി തിന്ന ആൾക്കാരാണ്? ആരാണ്? ആരുണ്ടാവില്ല. ചൂടുള്ള കടി ഒരു കുട്ടികൾ തിന്നിട്ടുണ്ടാവില്ല. അപ്പൊ രാവിലെ കുട്ടികൾക്ക് ഉമ്മമാര് നല്ലൊരു കാര്യത്തിന് എരിവ് പഠിക്കാൻ പോലില്ലേ, എന്താ കൊടുക്കുന്നത്? മിച്ചർ, ചിപ്സ്, ബിസ്ക്കറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കുട്ടികൾക്ക് ഉമ്മമാര് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മദ്രസയിലെ മീറ്റിംഗിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികൾക്ക് രാവിലെ ചൂടുള്ള ചായയും ചൂടുള്ള കടിയും കൊടുക്കണം. പല ബിസ്ക്കറ്റുകളെ കുറിച്ചും പുറത്തു വരുന്ന വാർത്തകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റിന്റെ കവറിന്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ട് ചെറുതാക്കി എഴുതി വെച്ചിട്ടുള്ള ആ എഴുതി അമ്പത്ത് വായിക്കാൻ തിരിയില്ല, അത്രക്കും ചെറുതാക്കിയിട്ടാണ് അത് എഴുതുന്നത്. ബിസ്ക്കറ്റിന്റെ പേരും വിലയൊക്കെ വലുതാക്കി എഴുതിയിട്ടുണ്ടാവും, പ്രധാനപ്പെട്ട കാര്യം ചെറുതാക്കി എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിട്ടുള്ളത്? മാൽക്കിസ്റ്റ് എന്നൊരു ബിസ്ക്കറ്റ് ഉണ്ട്. മാൽക്കിസ്റ്റ് അല്ല, മാൽക്കിസ്റ്റ് എന്നൊരു ബിസ്ക്കറ്റ് ഉണ്ട്. ആ ബിസ്ക്കറ്റ് നല്ല രസമാണ്. പുറത്തിങ്ങനെ പഞ്ചാരയുടെ തേയില 2 ബിസ്ക്കറ്റ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചതാണ്. അതിന്റെ നടുവിൽ ബട്ടറാണെന്നാ പറയാം, ചീസാണെന്നാ പറയാം. പക്ഷേ അത് ചീസല്ല. ആ ബിസ്ക്കറ്റിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് അത്രേ, ദിവസം 1-ൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. ആ ബിസ്ക്കറ്റൊക്കെ നമ്മുടെ കുട്ടികൾ 4-എണ്ണം 5-എണ്ണം, എന്റെ മക്കൾ തുടക്കത്തിൽ ഇങ്ങനെ തന്നെയാണ് 4-എണ്ണം 5-എണ്ണൊക്കെ ഓരോരുത്തർ അകത്താണ്. എന്നിട്ട് ഇത് കഴിച്ചിട്ട് നമ്മൾ ഇത് കൊടുത്തിട്ടാണ് രാവിലെ തന്നെ മക്കളെ മദ്രസയിലേക്ക് അയക്കുന്നത്. രാവിലെ കഷ്ടപ്പെട്ട് വിളിച്ചുണർത്തി നമ്മുടെ മക്കളെ നമ്മൾ എന്തിനാണ് മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നത്? എന്തിനാ രാവിലെ മദ്രസ അയക്കുന്നത്? ഏതായാലും നമ്മൾ മദ്രസ തുടങ്ങിയതല്ലേ, നമ്മളെ കുട്ടിയെ തന്നെ പറഞ്ഞയക്കാൻ ഞാൻ മോശമല്ലേ? എന്ത് കിട്ടിയിട്ട് പറഞ്ഞയക്കാണ്? മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയാൻ വിജ്ഞാനം നേടാനാണ്. മദ്രസയിലേക്ക് കുട്ടികളെ വിജ്ഞാനം നേടാനാണ്. അപ്പൊ അടുത്ത ചോദ്യം, എന്തിനാണ് വിജ്ഞാനം നേടുന്നത്? രക്ഷിതാക്കൾ മറുപടി പറയണം, എന്തിനാണ് വിജ്ഞാനം നേടുന്നത്? എന്തിനാണ്? പല രക്ഷിതാക്കൾക്കും ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയില്ല. ഇവിടെ എല്ലാവർക്കും പറയണം. ഇവിടെ നിങ്ങൾ ഇതിനോട് പറയുന്നത് മറുപടി പറഞ്ഞാൽ അതോടെ പറയാതെ വിജ്ഞാനം നേടുന്നത് എന്തിനാണ്? മദ്രസയിലേക്ക് അയക്കുന്നത് വിജ്ഞാനം നേടാനാണ്. വിജ്ഞാനം നേടുന്നത് എന്തിനാണ്? വിജ്ഞാനം നേടുന്നത് ഇൽമ് ഉണ്ടാകാനാണ്. അതെന്നെ വിജ്ഞാനം. വിജ്ഞാനം നേടുന്നത് ഇബാദത്ത് ഉണ്ടാക്കാനാണ്. വിജ്ഞാനം നേടിയിട്ട് ഒരാൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഇബാദത്ത് നടത്തണം. ഇൽമ് ഉണ്ടായാൽ അതുകൊണ്ട് ഇബാദത്ത് നടത്തണം. ഇബാദത്ത് എന്തിനാണ്? ഇബാദത്ത് സ്വർഗം നേടാനാണ്. സ്വർഗം എന്തിനാണ്? സ്വർഗത്തിൽ കിടന്നിട്ട് എന്താണ്? സ്വർഗം എന്ന് പറയുന്നത് സുഖത്തിന് വേണ്ടിയിട്ടാണ്.
സുഖം നേടാൻ വേണ്ടിയിട്ടാണ്, ദുഃഖമില്ലാത്ത സങ്കടമില്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് സ്വർഗം. സ്വർഗത്തിൽ കടന്ന ആളുകൾ അവിടെ വെച്ച് പറയുന്ന ഒരു വാക്ക് ഖുർആനിലുണ്ടല്ലോ, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ. ഞങ്ങളുടെ ദുഃഖത്തെ, സങ്കടത്തെ നീക്കിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അപ്പൊ സങ്കടമില്ലാത്ത, സുഖം മാത്രമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ നമ്മുടെ മക്കളെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. രാവിലെ കുട്ടികളെ കുളിപ്പിച്ച് മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോ ആ കുട്ടിക്ക് ബോധം വേണം, ആ ഉമ്മാക്ക് ബോധം വേണം. ഞാൻ കുട്ടിയെ മദ്രസയിലേക്ക് അയക്കുന്നത് കുട്ടിക്ക് ഇൽമു പഠിക്കണം. ഇൽമു പഠിച്ചിട്ട് അതുകൊണ്ട് ഇബാദത്ത് എടുക്കണമെങ്കിൽ ആ ഇബാദത്ത് കൊണ്ട് സ്വർഗം നേടണം, എന്നിട്ട് ശാശ്വതമായ സുഖം കിട്ടണം. അപ്പൊ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് രക്ഷിതാക്കൾക്ക് ബോധം വേണം. മതവിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പറയുന്ന സ്ഥലത്ത് രണ്ടു കാര്യങ്ങളാണ് പ്രധാനമായി അടിവരയിട്ട് പറയുന്നത്. മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് പ്രധാനമായിട്ടും രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, ഇബാദത്തിന്റെ ശീലവൽക്കരണമാണ്. കുട്ടികൾക്ക് ഇബാദത്തിന്റെ ശീലമാകണം. കുട്ടികൾ മദ്രസയിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നു, അത് വീട്ടിൽ വെച്ച് പരിശീലിക്കുന്നു. ആ പരിശീലനം കിട്ടിയ കാര്യം ഒരു ശീലമായി മാറുന്നു. പലപ്പോഴും കുട്ടികൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്നുണ്ട്, ഉസ്താദ് ചോദിക്കുമ്പോൾ കൃത്യമായി ഉത്തരം പറയുന്നുണ്ട്, പരീക്ഷയ്ക്കും പൊതുപരീക്ഷയ്ക്കും ഒക്കെ ഫുൾ A+ വാങ്ങുന്നുണ്ട്. പക്ഷേ വീടുകളിൽ നിന്ന് പലപ്പോഴും പരിശീലനം കിട്ടുന്നില്ല. വീടുകളിൽ നിന്ന് പരിശീലനം കിട്ടിയാൽ തന്നെ അതൊരു ശീലമായി നമ്മുടെ കുട്ടികളിൽ മാറുന്നില്ല. രണ്ട് രൂപത്തിലാണ് ശീലങ്ങൾ ഉണ്ടാകുക. ഒന്ന് ബോധപൂർവം ശീലമാകും, രണ്ട് അറിയാതെ ശീലമാകും. ചില കാര്യങ്ങൾ ബോധപൂർവം ശീലമാക്കേണ്ടി വരും. നിസ്കാരത്തിന്റെ കാര്യം, നിസ്കാരത്തിന്റെ മസലകൾ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ അത് കുട്ടി വീട്ടിൽ നിന്ന് കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് മോണിറ്ററിംഗ് നമ്മൾ നടത്തണം. അങ്ങനെ അതൊരു ശീലമായിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. വിദ്യാഭ്യാസ ബോർഡ് മദ്രസ വിദ്യാർത്ഥികൾക്ക് ഡയറി സംവിധാനിച്ചിട്ടുണ്ട്. ആ ഡയറിയിലൂടെ കൃത്യമായി കുട്ടികൾ നിസ്കരിക്കുന്നുണ്ടോ, ഖുർആൻ ഓതുന്നുണ്ടോ, ദിനേന 100 സ്വലാത്ത് എഴുതുന്നുണ്ടോ, ഹദ്ദാദ് ചൊല്ലുന്നുണ്ടോ എന്ന് വളരെ സിമ്പിളായി ഉസ്താദുമാർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ മദ്രസയിൽ ഡയറി ഉണ്ടോ? ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വർഷം സംവിധാനിക്കും. നമ്മുടെ മദ്രസയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പാഠപുസ്തകങ്ങൾ തന്നെ വലിയ വില കൊടുത്ത് വാങ്ങണം, ചെയ്യുന്ന ഡയറി കൂടി അടിച്ചേൽപ്പിക്കണല്ലോ എന്ന് കരുതിയിട്ടുണ്ടാകും. ആ ഡയറി ലക്ഷ്യങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ പങ്കുണ്ടായി. ഒന്നാമത്തെ നേട്ടം എന്ന് വെച്ചാൽ എല്ലാ ഞായറാഴ്ചയും മദ്രസയിൽ ചൊല്ലിയിരുന്ന ഹദ്ദാദ് നിർത്തലാക്കിയതാണ് നേട്ടം. കാരണം വീട്ടിൽ നിന്നുള്ള എല്ലാ കുട്ടികളും ഹദ്ദാദ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ മദ്രസയിൽ വെച്ച് ഹദ്ദാദ് ചൊല്ലേണ്ട ഒരു സാഹചര്യമില്ല. സുബഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ ഇത്രയും നിസ്കാരങ്ങൾ കുട്ടി നിസ്കരിച്ചാൽ അതിനെ ടിക്ക് ചെയ്യാനുള്ള കോളം ഓരോ ഡേറ്റിലുണ്ട്. ഡേറ്റ് അടിസ്ഥാനത്തിൽ ആ കോളത്തിൽ രക്ഷിതാക്കൾ ടിക്ക് ചെയ്തിട്ട്, അതുപോലെ തന്നെ അതിന്റെ അടിയിൽ മദ്രസ പഠനം, ഖുർആൻ പാരായണം, 100 സ്വലാത്ത്, ഹദ്ദാദ് ഇങ്ങനെ തുടങ്ങിയിട്ട് കോളങ്ങളുണ്ട്. ഇതൊക്കെ കുട്ടി ചെയ്താൽ മാത്രം രക്ഷിതാവ് അതിൽ ശരിയിട്ട് കൊടുക്കുകയും അതിന്റെ അടിയിൽ രക്ഷിതാവ് ഒപ്പിടുകയും രാവിലെ കുട്ടി വന്ന് മദ്രസയുടെ ഉസ്താദിന്റെ മേശപ്പുറത്ത് ഡയറിയോടെ തുറന്ന് വെച്ചു കൊടുക്കുകയും വേണം. അങ്ങനെ ഒരു ക്ലാസ്സിൽ 15 കുട്ടികളുടെയും 15 കുട്ടികൾക്ക് ഡയറിയുടെ ഭാഗം തട്ടിയിട്ടുണ്ട്. ഉസ്താദ് ഇവർക്ക് ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ വർഗം നോക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ ഉസ്താദ് പെട്ടെന്ന് ആ ഡയറിയിൽ പോകും. അപ്പൊ അതിലൊരു കുട്ടി ളുഹർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ കോളത്തിൽ തെറ്റുണ്ടാക്കും. അപ്പൊ അവനോട് ചോദിക്കുമ്പോൾ എന്താ ളുഹർ നിസ്കരിക്കാനില്ല? അപ്പൊ അതിന്റെ കാരണം അവൻ പറയണം. നമ്മുടെ മദ്രസയിൽ നിന്ന് സ്കൂളുകളിലേക്ക് പോകുന്ന എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി സ്ഥിരമായി ളുഹർ നിസ്കരിക്കുന്നില്ല എന്ന് പരാതി. ളുഹറിന്റെ കോളൊക്കെ അവിടെ ഇങ്ങനെ ഇല്ലാതെ വരികയാണ് എന്ന് പരാതി. അപ്പൊ അവനെ വിളിച്ച് ചോദിച്ചു, എന്താ നിസ്കരിക്കാത്തില്ല? അപ്പൊ അവന്റെ സ്കൂളുള്ളത് തിരൂര് നഴ്സിംഗ് ഹോമിന്റെ തൊട്ട് മുമ്പിലുള്ള ചക്ക സ്കൂളാണ്. ആ ചക്ക സ്കൂളിൽ നിന്ന് ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ നിസ്കരിക്കാൻ പുറത്തേക്ക് വിടില്ല. പുറത്തു പോയി നിസ്കരിക്കണമെങ്കിൽ അവർ ആ മാർബിൾ പള്ളിയിൽ വന്നിട്ടാണ് നിസ്കരിക്കേണ്ടത്. അപ്പൊ ഈ വാഹനങ്ങളെ അടിയിൽ കൂടി ചെറിയ മക്കളെ എങ്ങനെ നിസ്കരിക്കാൻ വിടുക? ടീച്ചറെ വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, എങ്ങനെ ഈ കുട്ടികളെ അതിന്റെ ഇടയിൽ കൂടി വിടുക? അപ്പൊ നിസ്കരിക്കാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി തരാൻ പറ്റും. ടീച്ചർ പറഞ്ഞു, ഇവർക്ക് നിസ്കരിക്കാൻ സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ വേറെ പലതിനും സംവിധാനം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അപ്പൊ ഇനി എന്ത് ചെയ്യും? കുട്ടികളോട് അവരവരുടെ ക്ലാസ്സിൽ ബെഞ്ചിൽ കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതിയാണ്. അത് നമ്മൾ ചെയ്തു കൊടുത്തൊരു സംവിധാനമാകുമ്പോൾ ഗവൺമെന്റ് സ്ഥാപനം അവർ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറഞ്ഞു തൽക്കാലം കുട്ടികൾ ക്ലാസ്സിൽ ബെഞ്ചിൽ കൊണ്ട് നിസ്കരിക്കുന്നു.
എങ്ങനെ നമുക്ക് മനസ്സിലായത് ഈ ഡയറി സംവിധാനം ഉള്ളതാണ്. ഈ കുട്ടി നോബസ്കരിക്കുന്നില്ല, അവർക്ക് നോബസ്കരിക്കാൻ ഇങ്ങനെ തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കി ഡയറി സംവിധാനം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ കൃത്യമായ മോണിറ്ററിംഗ് നമുക്ക് നടത്തണം. മദ്രസ പഠനത്തിന്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം കുട്ടികളിൽ ശീലവൽക്കരണം, ഇബാദത്തിന്റെ ശീലവൽക്കരണം നടക്കലാണ്. ഇബാദത്ത് അവർക്കൊരു ശീലമായി മാറുകയാണ്. അത് മാറണമെങ്കിൽ കുട്ടികൾ നിസ്കരിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം കുട്ടികൾക്ക് സ്വഭാവ രൂപീകരണമാണ്. എല്ലാ സൽസ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. തങ്ങൾ വന്നത് എല്ലാ സൽസ്വഭാവവും പൂർത്തിയാക്കി ഇവിടെ പഠിപ്പിക്കാൻ. എല്ലാ സൽസ്വഭാവവും അവിടുന്ന് പഠിപ്പിച്ചു, അവിടുന്ന് ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. എല്ലാ സൽസ്വഭാവത്തിന്റെയും മേലെയാണ് നബിയെ അങ്ങുള്ളത്. എല്ലാ സൽസ്വഭാവവും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ദ്വാരക്കുന്നത്? അല്ലാഹുമ്മ ഹസ്സിൻ ഖുലൂഖി കമാ ഹസ്സൻത ഖൽഖി. പടച്ചവനെ എന്റെ സ്വഭാവം നീ നന്നാക്കി തരണേ. ഞാൻ എല്ലാം തികഞ്ഞ ഒരാളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ കാണാൻ കഴിയില്ല. രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച് കാലിൽ നീരുവന്ന് കെട്ടി പ്രയാസപ്പെട്ടപ്പോ എന്തിനാ നബിയെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത് ഞാനൊരു നന്ദിയുള്ള അടിമ ആകണ്ടേതാണ്. ഞാൻ ആയിന്നല്ല, ഞാൻ ആ നന്ദിയുള്ള അടിമ എന്നല്ല, ഞാൻ ആകണ്ടേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സ്വഭാവത്തിലെ ഏറ്റവും നല്ല സ്വഭാവം കാണിച്ചു. അതിന് പരിശുദ്ധമായ ഖുർആൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുകഴ്ത്തി അവിടുത്തേക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതിനുശേഷവും അവിടുത്തെ ദുആ എന്താണ്? അല്ലാഹുമ്മ ഹസ്സിൻ ഖുലൂഖി കമാ ഹസ്സൻത ഖൽഖി. ഈ ദുആ നമ്മൾ ദുആക്കണം, ഭാര്യ ദുആക്കണം, ഭർത്താവ് ദുആക്കണം. ഇത് നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കുകയും വേണം. നമ്മുടെ സ്വഭാവം ഇനിയും ഒരുപാട് നന്നാവാനുണ്ട് എന്ന വിവരം നമ്മുടെ മക്കൾ അറിയണം, അവർ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മാതൃക നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റണം. കുട്ടികളുടെ കാര്യത്തിൽ ഉമ്മാക്കും ബാപ്പാക്കും കൂട്ടുത്തരവാദിത്വമാണുള്ളത്. കുട്ടികളുടെ കാര്യത്തിൽ ഉമ്മാക്കും ബാപ്പാക്കും കൂട്ടുത്തരവാദിത്വമാണുള്ളത്. ഉമ്മ ബാപ്പാനെയോ ബാപ്പ ഉമ്മാനെയോ വഴി പറഞ്ഞതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ ആഖിറത്തിൽ രക്ഷപ്പെടില്ല. ഇത് നോക്കായിട്ടല്ലേ എന്ന് പറയും, നിങ്ങൾ ശ്രദ്ധിക്കായിട്ടല്ലേ എന്ന് തിരിച്ചും പറയും. അതുകൊണ്ട് മാത്രം ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും? ഒരിക്കലും പറ്റുകയില്ല. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നത് ഏത് തരത്തിലുള്ള കുട്ടികളാണ്? പറ്റ ചെറിയ കുട്ടികളല്ല, കൂടുതൽ മുതിർന്ന കുട്ടികളുമല്ല. കൗമാരക്കാർ എന്ന് പറയുന്ന ആ പ്രായത്തിലുള്ള കുട്ടികളാണ്. കൗമാരം എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള പ്രായമാണ് എന്നാണ് ഇപ്പോ ലോകാരോഗ്യ സംഘടന പറയുന്നത്. നേരത്തെ അത് 12 വയസ്സ് മുതലായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ടീനേജ് എന്ന് പറയുന്നത് 13, 14 ഇങ്ങനെ ടീമിൽ അവസാനിക്കുന്ന ആ ഒരു വർഷമാണ് ടീനേജ് എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ ലോകാരോഗ്യ സംഘടന പറയുന്നു 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ് കൗമാരക്കാരൻ, ടീനേജ്. ഇസ്ലാം നേരത്തെ 10 വയസ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്ന് 10 വയസ്സിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. 10 വയസ്സായി കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ കിടപ്പറകളിൽ നിന്ന് മക്കളെ മാറ്റിക്കിടത്തണമെന്ന് ഇസ്ലാം പറഞ്ഞു. അപ്പൊ ഇസ്ലാം ഇതൊക്കെ വളരെ നേരത്തെ തന്നെ പറഞ്ഞു. ലോകാരോഗ്യ സംഘടന ഇപ്പൊ പറയുന്നു 10 വയസ്സ് മുതലാണ് കുട്ടികളുടെ ആ ഒരു ടീനേജ് കൗമാരകാലം വരുന്നത്. 20ഓളം വരുന്ന വ്യത്യസ്തമായ ചിന്തകൾ, മാറ്റങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലുള്ള കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൗമാരക്കാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കൈകാര്യം ചെയ്യണം. കൗമാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട, ചിന്തിച്ചു പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എങ്ങനെയെങ്കിലും അവരെ അങ്ങോട്ട് ഉപദേശിച്ച് നന്നാക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നത് വെറുതെയാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, അക്രിമു ഔലാദക്കും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ബഹുമാനിക്കണം. കുട്ടികൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നാണോ ഈ വാചകം?
കുട്ടികളെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിച്ച് അവരെ ആദരിച്ച് അങ്ങനെ കുട്ടികളെ മുമ്പിൽ താന്നു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അല്ല, കുട്ടികളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ബഹുമാനിക്കുകയും അവരുടെ അദബ്, അവരുടെ മര്യാദ, അവരുടെ ശൈലി, അവരുടെ ജീവിത രീതി ഇതൊക്കെ നിങ്ങൾ നന്നാക്കുകയും വേണം. ബഹുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കലല്ല. ബഹുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ കുറിച്ച് ഏറ്റവും നല്ല ധാരണ മനസ്സിൽ വെക്കലാണ്. നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട് എന്ന് ഞാൻ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളെ കുറിച്ച് എന്റെ മനസ്സിൽ നല്ല ഒരു ധാരണയുണ്ട് എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് അതൊരു ബഹുമാനാവുക. അല്ല, മൂപ്പരെ കണ്ട് എഴുന്നേറ്റ് നിന്നിട്ടില്ലെങ്കിൽ മൂപ്പര് പ്രശ്നമാക്കുമെന്ന് കരുതി എഴുന്നേറ്റ് നിന്നാൽ അതൊരു ബഹുമാനാകൂല, അത് ആളെ മക്കളാക്കലാവൂല. അപ്പൊ അതുകൊണ്ട് മക്കളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ മക്കളെ കുറിച്ച് നല്ല ധാരണ നമ്മൾ മനസ്സിൽ വെക്കണമെന്നാണ്. നമ്മളെ കുട്ടികളെ പറ്റിയൊക്കെ നമുക്ക് നല്ല ധാരണ ഉണ്ടാക്കണം. പ്രത്യേകിച്ച് കൗമാരക്കാരായ കുട്ടികളെ കൗമാരക്കാരെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്ന് നിങ്ങൾ നോക്ക്, നമുക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന കൗൺസിലേഴ്സിന്റെ മുമ്പിൽ കുട്ടികളുടെ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ പരാതികൾ വരുന്നത് ഏത് കുട്ടികളെ കുറിച്ചാണ്? കൗമാരക്കാരായ കുട്ടികളെ കുറിച്ചാണ്. അവരെ കുറിച്ച് അവരുടെ പൊരുത്തക്കേട്, അവരെ കുസൃതികള്, വികൃതികള്, അവര് കാട്ടിക്കാട്ടുന്ന പ്രവർത്തനങ്ങൾ രക്ഷിതാക്കൾക്ക് പലപ്പോഴും താങ്ങാൻ കഴിയുന്നില്ല. ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. ഒരു കുരുവി, നാട്ടിൽ ഒരു കുരുവി രണ്ട് കുരങ്ങന്മാരെ, രണ്ട് കുട്ടിക്കുരങ്ങന്മാരെ പോറ്റി വളർത്തിയ കഥയാണ്. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് കഥ കേട്ടോങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. തള്ള ചത്തുപോയ രണ്ട് കുട്ടിക്കുരങ്ങന്മാർ, ആ കുട്ടിക്കുരങ്ങന്മാരെ, ഈ കഥകൾ കേട്ട കഥയാണോ? കേട്ട കഥയാണെങ്കിൽ വെറുതെ ഞാൻ ചിന്തിക്കണ്ട. രണ്ട് കുട്ടിക്കുരങ്ങന്മാര്, തള്ള ചത്തുപോയ രണ്ട് കുരങ്ങന്മാര് കുട്ടിയാണ്. ഈ കുട്ടികളെ പോറ്റി വളർത്തുന്നത് കാട്ടിയ ഒരു കുരുവിയാണ്. ഈ കുരങ്ങന്മാർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഈ കുരുവിയുടെ പണിയാണ്. കുരങ്ങന്മാര് കുട്ടികൾക്ക് വിശക്കുമ്പോൾ കുരുവി പോകും, എവിടെയെങ്കിലും പോയി ഭക്ഷണം വാങ്ങി കൊണ്ടുവരും. ഈ കുരങ്ങന്മാര് കുട്ടികൾക്ക് കൊടുക്കും. അങ്ങനെ തീറ്റിപ്പോറ്റി ഇങ്ങനെ വളർത്തി ഇവരെ വലുതാക്കി കൊണ്ടുവരുന്ന ഇവരുടെയും ഒരു ദിവസം ഈ കുരങ്ങന്മാര് കുട്ടികളുടെ അടുക്കൽ കുരുവി വന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്താണ്? ഈ കുരങ്ങന്മാർ രണ്ടുപേരും ചേർന്ന് ഒരു മിന്നാമിനെ പിടിച്ചിട്ട് അത് കുറച്ച് ചമ്മൽ, ഉണങ്ങിയ ഇല, ആ ഇലയിൽ ഇങ്ങനെ വെച്ചിട്ട് അതിനിങ്ങനെ ഊതുകയാണ്. ഊതി കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തിനാ ഊതി കത്തിക്കുന്നത്? മിന്നാമിന. ഈ രംഗം കണ്ടപ്പോ കുരുവി ഇവരോട് പറഞ്ഞു, എടാ നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? അത് തീയല്ല, അതൊരു മിന്നാമിനാണ്. നിങ്ങൾ ഊതി എന്ന് കരുതിയിട്ട് എന്താക്കൂല, അത് കത്തൂല. പക്ഷെ കുരങ്ങന്മാരിൽ കേട്ടോ, അവര് കേട്ടില്ല. അവര് വീണ്ടും അത് കത്തും എന്ന പ്രതീക്ഷയിൽ ഊതിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറെ സമയം ഊതി, പക്ഷെ അത് കത്തുന്നില്ല. പക്ഷെ അവര് ശ്രമം നിർത്തിയില്ല. ഈ കുരുവി പല തവണ അവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് പൊട്ടന്മാരാണ്, നിങ്ങളോട് എത്ര തവണയാണ് ഞാൻ ഉപദേശിക്കുന്നത്? കുരുവി ഇങ്ങനെ പറഞ്ഞു എത്ര പറഞ്ഞിട്ടും കേൾക്കാതായപ്പോ കുരുവി ചീത്ത പറഞ്ഞപ്പോ അതിൽ ഒരു കുരങ്ങൻ കുരുവിയുടെ തലക്കുരൽ ചാടിയത്. അതോടുകൂടി കുരുവി അവിടെ വീണു. കുരുവിയുടെ ചിറകിന് കേടുപാടുകൾ പറ്റി നോക്കുമ്പോ ഈ കുരങ്ങന്മാര് പിന്നീട് കുരുവിക്ക് ഭയങ്കര സങ്കടം. കുരുവി അവിടെ മാറിയിരുന്നു, ഒരുപാട് കരഞ്ഞു. എന്തൊരു കഷ്ടാണ്. ഇവരെ കയ്യോ വളഞ്ഞ് കാലോ വളഞ്ഞെന്ന് നോക്കി ഇവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ ഇവരെ പോറ്റി വളർത്തിയിട്ട് ഇവരിപ്പോ ഇവർ തല്ലുകയാണല്ലോ ചെയ്തത് എന്ന് സങ്കടപ്പെട്ടിട്ടുണ്ട് കുരുവി ഭാവിക്കുകയാണ്. ആ സമയത്തൊരു കാക്ക വന്നു, പറക്കണ കാക്ക. ആ കാക്ക വന്നപ്പോ കാണുന്ന കാഴ്ചതാണ് ഇവരിങ്ങനെ പിന്നാമിനിങ്ങനെ ഊതി കത്തിക്കാനുള്ള ശ്രമത്തിലാണ്. കാക്ക ഈ കുരുവികളുടെ കൂട്ടത്തിൽ കൂടിയിട്ട് കാക്കന്റെ ചിറകോട് ഇവന് വീശിക്കൊടുത്തു. ഇത് കത്തൂല. കാക്ക പറഞ്ഞു, കുട്ടികളെ ഇത് കത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇതുകൊണ്ട് ഇത് കത്തൂല, ഞാൻ വേറൊരു സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞു. കാക്ക മാറിപ്പോയി ഒരു ഓലപ്പടി കുറച്ച് തീയിലേക്ക് വന്നു. ആ ഓലപ്പടി കൊണ്ടുവന്ന് ഈ ചമ്മലിൽ വെച്ചു. അപ്പൊ കാക്കയും ഇവരും ചേർന്നിട്ടാണ് ഊതിയപ്പോൾ അത് നല്ലോണം കത്തി. ഈ തീ കണ്ടപ്പോ കുട്ടികൾ ചാടി കളിക്കുകയാണ്, കുരങ്ങന്മാരെ കുട്ടികൾ ചാടി കളിക്കുകയാണ്.
ഇപ്പൊ ഈ കുരങ്ങന്മാര് കുട്ടികള് കുരുവിയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പൊ കാക്കന്റെ കൂടെയാണ് കുരുവി കുട്ടികൾ ഈ കുരങ്ങന്മാരികൾ നടക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് എന്നും കുരുവി കണ്ണീര് വാക്കുമാക്കും. ഇത്രയും വളർത്തി വലുതാക്കിയിട്ട് ഇപ്പൊ അവർക്ക് എന്നെ വേണ്ട, ഇപ്പൊ അവർ ആരാന്റെ കൂടെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് കുരുവി. ഇതൊരു സാങ്കല്പിക കഥയാണ്. ഈ കഥയിൽ ചില പാഠങ്ങളാണ് ഇവിടെ മുമ്പിലുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മൾ കോടതി വരാത്തകളിൽ നിന്നും പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് നിന്നും കേൾക്കുന്ന ചില ദീനരോധനങ്ങളുണ്ട്. ആ ദീനരോധനങ്ങൾക്ക് ഈ കഥയുമായിട്ട് നല്ല ബന്ധമുണ്ട്. നമ്മൾ പോറ്റി വളർത്തി 10, 14, 15, 16 വയസ്സ് വരെയൊക്കെ നമ്മൾ പോറ്റി വളർത്തിയിട്ട് ആ കുട്ടികൾക്ക് വേണ്ടത് മുഴുവനും നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവസാനം ആ കുട്ടികൾ വേറെ ആരുടെയെങ്കിലും കൂടെ പോയി അവരുടെ മക്കളായി മാറുന്ന സാഹചര്യം ഇങ്ങനെ ഒരു സാഹചര്യം എന്റെ കുടുംബത്തിൽ ഉണ്ടാവരുത്, നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവരുത്. അതിന് പരിശുദ്ധമായ ഇസ്ലാം നമ്മുടെ മഹത്തായ പ്രസ്ഥാനം നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ നല്ല അവബോധം വേണം, രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്വം വേണം എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയും നമ്മളെയും എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ 7 വയസ്സ് വരെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, 7 വയസ്സ് വരെ നിന്റെ മക്കളോടൊപ്പം നീ കളിക്കണം. 7 വയസ്സ് വരെ നീ മക്കളോടൊപ്പം കളിക്കണം, അവരെ കളിപ്പിക്കണം. 7 വയസ്സ് കഴിഞ്ഞാൽ തൊട്ടടുത്ത 7 വയസ്സ് മഹാനവറുകൾ പറയുന്നു 14 വയസ്സാകുന്നത് വരെ നീ അവരെ അദബ് പഠിപ്പിക്കണം. പിന്നെയും അവിടുന്ന് പറയാണ് 14 മുതൽ 21 വയസ്സ് വരെ നീ അവർക്കൊരു ബെസ്റ്റ് ഫ്രണ്ടായി, ഒരു കൂട്ടുകാരനായി അവരുടെ കൂടെ നീ സഹവസിക്കണം. പിന്നെ അവരുടെ പാട്ടിന് നീ വിടണം, അവരുടെ കാര്യത്തിൽ നീ വല്ലാതെ ഇടപെടാൻ പോകണം. ഗസാലിമാന്റെ വാക്കുകളാണ്. 7 വയസ്സ് വരെ നമ്മുടെ കുട്ടികളുടെ കൂടെ കളിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ ചുമലിൽ ഇരുത്തി ആനയും കുതിരയും കളിച്ചു. അവിടുന്ന് നിസ്കരിക്കുന്ന സമയത്ത് ആ കുട്ടികൾ വന്ന് പുറത്തു കയറിയിരുന്നാൽ ആ കുട്ടികളുടെ കളി മതിയാക്കി അവർ ഇറങ്ങി പോകുന്നത് വരെ ജീവിതങ്ങൾ അവിടുന്ന് നിസ്കാരത്തിൽ സുജൂദിൽ അവിടെ കിടന്നു. ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ കുട്ടികളുടെ കുട്ടിപ്രായത്തിൽ ഒരു കുട്ടിയെ പോലെ കൊടുത്തു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് ഇതിനേക്കാൾ വലിയ തിരക്കുള്ള ആൾക്കാരായതുകൊണ്ട് പലപ്പോഴും കുട്ടികളുടെ കൂടെ കളിക്കാൻ സമയം കിട്ടുന്നില്ല. അത് പറ്റില്ല. കുട്ടികളുടെ കൂടെ കളിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കുറേ തത്വങ്ങൾ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ 7 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയോട് ഒരിക്കൽ ഉമ്മ പറഞ്ഞു, 7 വയസ്സാവുള്ള കുട്ടി, മോനെ ഉമ്മ എന്ന് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് സമയം കുമ്പിട്ട് നിൽക്കാറുണ്ട്, പോകുന്ന പോലെ നിൽക്കാറുണ്ട്, അതുകൊണ്ട് നീയും അങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞാൽ കുട്ടി എന്താ പറയാ, ആ അമ്മ ചെയ്യുന്നുണ്ടല്ലേ, എന്നാ ഞാൻ അങ്ങനെ ചെയ്തോളാം. 7 വയസ്സ് വരെയുള്ള പ്രായത്തിനിടയിൽ കുട്ടികൾ അങ്ങനെ പറയും. 7 വയസ്സിന്റെയും 10 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള കുട്ടികൾ എന്ത് ചെയ്യും? ഞാൻ എന്നും രാവിലെ ഒരു 10 മിനിറ്റ് സമയം ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് മോനെ നീയും കുനിഞ്ഞു നിൽക്കണം, മോളെ നീയും കുനിഞ്ഞു നിൽക്കണം എന്ന് പറഞ്ഞാൽ 7 വയസ്സ് വിട്ട് 10 വയസ്സാകുന്നതിന്റെ ഇടയിലുള്ള കുട്ടികളുടെ മറുപടി എന്തായിരിക്കും അറിയോ? എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങനെയൊക്കെ ഞാനും ചെയ്യണോ? അതിനെ ഒന്ന് ചെറുതായിട്ട് ചോദ്യം ചെയ്യുകയും എന്നിട്ട് ഉമ്മ ചെയ്യുന്നത് പോലെ എന്നെ ചെയ്യുകയും ചെയ്യും. 7 വയസ്സ് വരെയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചോദ്യം ചെയ്യുന്നില്ലേ, ഉമ്മ നിൽക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളാന്ന് പറയുള്ളൂ. 7 വയസ്സിന്റെ 10 വയസ്സിന്റെ ഇടയിലുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും ഉമ്മാനെ അനുസരിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തിൽ അവൻ ഏർപ്പെടുകയും ചെയ്യും. അതേസമയം 10 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്തിനാ വെറുതെ വേണ്ടാത്ത പഠിക്കപ്പെടെ നിങ്ങൾ നിർത്തിക്കാണി, അത് ഞാനേതായാലും ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മളെ കൂടി പിന്തിരിപ്പിക്കാൻ വേണ്ടി 10 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ മനോനിലയാണ്. നമ്മളൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ അത് കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് കൃത്യമായ ബോധം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം, രക്ഷിതാക്കൾ നൽകണം. ഉദാഹരണത്തിന്, എന്തിനാണ് നിസ്കരിക്കുന്നത്? പോയി നിസ്കരിക്കണം എന്നേ നമ്മൾ പറയുള്ളൂ. എന്താണ് നിസ്കരിച്ചാലുള്ള നേട്ടങ്ങൾ എന്ന് കുട്ടിക്ക് പറയുള്ളൂ. 5 നേരം കൃത്യമായി നിസ്കരിച്ച ആൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഓനക്ക് അള്ളാന്റെ അടുത്തുള്ള സ്ഥാനം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മൾ പരാജയപ്പെടുന്നത്.
അപ്പൊ നമ്മുടെ കുടുംബത്തിലെ മക്കളെ നിസ്കരിക്കുന്നവരാകണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിലെ മക്കൾ നിരീശ്വരവാദങ്ങളിലേക്കും നിർമ്മത വാദങ്ങളിലേക്കും പോകാതിരിക്കണമെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടികളെ നമ്മളെ നിയന്ത്രണത്തിൽ നമ്മൾ കൊണ്ടുവരണം. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെറിയ പ്രായത്തിൽ തന്നെ അല്ലാഹുവിനെ കുറിച്ചുള്ള ദൃഢമായ വിശ്വാസം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. ചെറിയ കുട്ടികൾക്ക് എങ്ങനെ അല്ലാഹുവിനുള്ള ദൃഢമായ വിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക? ബോധപൂർവം നമ്മൾ ചില ഉദാഹരണങ്ങൾ നമ്മുടെ കുട്ടികളോട് പറയണം. അതിനാണ് നമ്മൾ തഫക്കുർ എന്ന് പറയുന്നത്. ഗ്രീൻ ഡോട്ട്സ് എന്ന് പറയുന്നത് അതിനാണ്. ചെറിയ ഒരു കുട്ടിക്ക് അല്ലാഹുവിനെ എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക? വീട്ടിൽ ചക്ക മുറിച്ചു, ആ ചക്ക തിന്നു കഴിഞ്ഞാൽ അതിന്റെ ചക്കക്കുരു ഉണ്ടാക്കും. ആ ചക്കക്കുരുവിനെ കുറിച്ച് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത്? ചക്കയെ പറ്റി ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പറയണം? ചക്ക എന്ന് പറയുന്നത് വലിയൊരു ഫ്രൂട്ടാണ്. ആ ഫ്രൂട്ടിന്റെ പുറത്ത് ആരും അതിനെ തൊടാതിരിക്കാനുള്ള നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്, മുള്ളുകളുണ്ട്. ആ മുള്ളിന്റെ ഭാഗം കഴിഞ്ഞാൽ പിന്നെ അതിന് നല്ല കട്ടിയുള്ള സ്കിന്നുണ്ട്, നല്ല തൊലി. ആ തൊലിയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് ചെന്നാൽ പിന്നെ കുറെ ചൗണി എന്ന് പറഞ്ഞ സാധനമാണ്. അതിന്റെ ഉള്ളിലാണ് നമുക്ക് തിന്നാൻ പറ്റുന്ന നല്ല പഴുത്ത ചക്കച്ചുളയുള്ളത്. നമ്മൾ ഓരോരുത്തരും വിസ്മി ചൊല്ലി ചക്കച്ചുള തിന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് എന്താണ്? കുട്ടിയോട് ചോദിക്കണം. കുട്ടി പറയും ഗുരുവാണോ അല്ല. ആ ഗുരുവിന്റെ പുറത്തൊരു ലാമിനേഷൻ. എന്തിനാണ് ചക്കക്കുരുവിന് അല്ലാഹു തആല ലാമിനേഷൻ കൊടുത്തത്? മൊബൈൽ ഫോൺ ലാമിനേറ്റ് ചെയ്തത് മൊബൈൽ ഫോണിന്റെ ഉള്ളിലേക്ക് വെള്ളം കടക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ ചക്കക്കുരുവിന്റെ ഉള്ളിലേക്ക് ആ ചക്കച്ചുളയുടെ ഉള്ളിലുള്ള ഈർപ്പം തട്ടി ആ കുരു മുളച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരുവിന്റെ പുറത്തൊരു കവറിങ്, അതിനൊരു കേസ് അല്ലെങ്കിൽ അതിനൊരു ലാമിനേഷൻ അല്ലാഹു കൊടുത്തു. ആരാണ് കൊടുത്തത്? ഇത് അല്ലാഹു കൊടുത്തതാണ്. അങ്ങനെ ആ ലാമിനേഷനിൽ തുറന്ന് നമ്മൾ ചക്കക്കുരുവിനെ എടുത്തിട്ട് ആ ചക്കക്കുരുവിനെ കയ്യിൽ പിടിച്ചിട്ട് ആ കുട്ടിയോട് ഇങ്ങനെ ചോദിക്കണം. നമ്മളെ ചെറിയ മോനോട് മോളോട് ഇങ്ങനെ ചോദിക്കണം, ഈ ചക്കക്കുരു കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നത്? ചക്കക്കുരു കാണുമ്പോൾ നമുക്ക് എന്താ തോന്നലും? എന്ത് തോന്നലും? പണ്ടത്തെ കാലത്തൊക്കെ ചുട്ടനാട് തീർന്നിരുന്നു, നല്ല ടേസ്റ്റ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചുട്ടനാട് തീർന്നു നോക്കാം. ചാറ്റിലരച്ചാലേ ചില നാട്ടിലൊക്കെ പിലാക്കോയി എന്ന് പേരുണ്ട്. അപ്പൊ നല്ല ചാറ്, നല്ല രസമാണ്. പക്ഷെ ഒരു തീരെ പിടിച്ചാൽ കൂട്ടാൻ നല്ല രസമാണ്, ഒരു തീരെ നോക്കില്ല. എന്താ കാട്ടെ? ഇതൊക്കെ നമ്മളെ തോന്നുന്നത് അല്ല. ഈ ചക്കക്കുരു ഇങ്ങനെ പിടിച്ചിട്ട് മോനോട് പറയണം, മോനെ ഒരു പള്ളി ഉണ്ടാക്കാനുള്ള മരം ഇതിന്റെ ഉള്ളിൽ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ചക്കക്കുരുവിൽ നിന്ന് മുളച്ചുണ്ടായ ഒരു വിലാത്തിൽ ആ മരം വളർന്ന് വലുതായിട്ടാണ് നമ്മുടെ പുത്തമ്പള്ളിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജുമുഅത്ത് പള്ളിയിൽ അല്ലെങ്കിൽ നമ്മുടെ നിസ്കാരപ്പള്ളിയിൽ ആ നിസ്കാരപ്പള്ളിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാതിൽ കട്ടിലയും ജനലിന്റെ കട്ടിലയും എല്ലാ ഫർണിച്ചർ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലുള്ള ഒരു ചക്കക്കുരുവിന്റെ ഉള്ളിൽ നിന്ന് മുളച്ചു വന്ന ഒരു മരമാണ്. അപ്പൊ ഈ ചക്കക്കുരുവിന്റെ ഉള്ളിൽ ഒരു പള്ളി ഉണ്ടാക്കാനുള്ള മരമുണ്ട്. ഇത് ആരാണ് സംവിധാനിച്ചത്? ഈ ചക്കക്കുരുവിനുള്ളിൽ പള്ളി ഉണ്ടാക്കാനുള്ള മരം ഉണ്ടാക്കിവെച്ചവനാരാണ്? അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലേക്ക് ചക്കക്കുരു എത്താൻ. തെങ്ങിൽ നിന്നൊരു തേങ്ങ വീഴുമ്പോ ഉമ്മയും പാപ്പയും കുട്ടിയെ വിളിച്ചിട്ട് പറയണം. എന്താ പറയേണ്ടത്? ഒരു തേങ്ങ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക? സുബ്ഹാനല്ലാഹ്, ഇപ്പൊ സകല ബൈക്കിലും സ്കൂട്ടറിലും പോകുന്ന ആൾക്കാരൊക്കെ ഹെൽമെറ്റ് വെക്കൽ നിർബന്ധമാണ്. താത്താരും വെക്കണം, കാക്കാരും വെക്കണം, എല്ലാവരും വെക്കണം ഹെൽമെറ്റ്. ഉസ്താദുമാരെ തലയെക്കെട്ട് പണ്ടൊക്കെ ഹെൽമെറ്റിന്റെ തത്വവും മക്കാമല്ലേ പറഞ്ഞമാതിരി ഹെൽമെറ്റിന്റെ സ്ഥാനത്ത് തലയെക്കെട്ട് നിൽക്കലുണ്ടായിരുന്നു. തലയെക്കെട്ടിട്ട് മൂല്യന്മാരെ കാണുമ്പോൾ പോലീസ് പൊട്ടാട്ട് പറയലുണ്ടായിരുന്നു. ഇപ്പൊ അവരും പിടിക്കുകയാണ്, ഹെൽമെറ്റ് തന്നെ വെക്കണം. എന്താ കാരണം? ഹെൽമെറ്റ് വെക്കുന്നത് എന്തിനാണ്? വീണാലും ഉടയാതിരിക്കാവുന്നതാണ് പരസ്യം. നിങ്ങൾ വീണാലും ശരി, നിങ്ങളെ തല എന്താക്കില്ല, കുളിച്ചില്ല, അത് ഉടയാതെ ആക്കിണ്ടാവും. അതിനു വേണ്ടിയിട്ട് ഹെൽമെറ്റ് വെക്കാൻ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ച ഒരു ഹെൽമെറ്റ് എത്രയോ ഉയരമുള്ള തെങ്ങിൽ നിന്ന് ഒരു തേങ്ങ നേരെ താഴേക്ക് വീഴുന്നു. ആ തേങ്ങക്ക് ഒരു കേടും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ആ തേങ്ങക്ക് അല്ലാഹു തആല നല്ല ഒരു ഹെൽമെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് അതിന്റെ ശരി. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? വെറും ചെരണ്ട മാത്രമുള്ളെങ്കിൽ തേങ്ങ ഓരോന്നിങ്ങനെ പെരന്റെ പുറത്തും അതുപോലെ തന്നെ മാറന്റെ കല്ലിന്റെ മേലൊക്കെ വീണാൽ കിടിയും നന്ദി സകല തേങ്ങ കൊണ്ടി നിൽച്ചു പോകും. ഉമ്മാക്ക് അരക്കാനും ഒറ്റ തേങ്ങ കിട്ടില്ല. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയത് ഈ തേങ്ങക്ക് അല്ലാഹു തആല സംവിധാനിച്ച ഹെൽമെറ്റാണ്. ആരാണ് അങ്ങനെ തേങ്ങക്ക് ഹെൽമെറ്റ് വെച്ചത്? അല്ലാഹ്. അങ്ങോട്ട് എത്തിക്കണം. ഒഴിവുള്ള സമയങ്ങളിൽ നിങ്ങൾ ടൂർ പോകാറുണ്ട്. നമ്മുടെ സർക്കുലറിൽ പ്രത്യേകം പറയുന്നുണ്ട്, കുടുംബവുമായി ഉല്ലാസം
സന്യാസ യാത്രകളൊക്കെ നടത്തണമെന്ന്. നമ്മൾ ടൂർ പോകണം, സിയാറത്തിന് പോകുന്ന സമയത്ത് ഭാര്യമാരെ മക്കളെ കൊണ്ടുപോകണം, കാഴ്ചകൾ കാണാൻ വേണ്ടി പോകണം. നിങ്ങൾ വയനാട്ടിൽ കാഴ്ച കാണാൻ പോകണം, അല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രയിൽ താജ്മഹൽ കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെയൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ടൂർ പോവുകയാണ് എന്നല്ല പറയേണ്ടത്. നിങ്ങൾ വയനാട്ടിലേക്ക് പോവുകയാണെങ്കിലും ശരി, താജ്മഹൽ കാണാൻ പോകണമെങ്കിലും ശരി, എവിടെ പോവുകയാണെങ്കിലും നിങ്ങൾ പറയേണ്ടത് അല്ലാഹുവിന്റെ അജായിബുകൾ കാണാൻ പോകുന്നു എന്നാണ്. ഓരോ അത്ഭുതങ്ങളും കാണുമ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ ബ്രെയിനാണ്, അല്ലാഹുവാണ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അല്ലാഹുവിനെ കുറിച്ചുള്ള ദൃഢമായ വിശ്വാസം ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നിസ്കാരം സന്തോഷകരമായ ഒരു വിവാദത്താണ് എന്ന് പഠിപ്പിക്കണം. നമ്മൾ അള്ളാഹിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണമൊക്കെ അള്ളാഹു പൂരനാണ്, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്, ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹു ശിക്ഷിക്കും, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കും, നിസ്കരിച്ചാൽ അള്ളാഹു തആല കൂലി തരും എന്ന് പലപ്പോഴും പറയുന്നതിന്റെ എണ്ണം കുറവാണ്. അപ്പൊ ഈ രൂപത്തിൽ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. തഫക്കർ കുട്ടികളിൽ ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൗമാരക്കാരെ കൈകാര്യം ചെയ്ത രംഗം, അബൂ ഉമാമ എന്ന് പറയുന്ന ഒരു സ്വഹാബി, കുട്ടിയായ സ്വഹാബി, ആ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, യാ അബാ ഉമാമ. കൗമാരക്കാരായ അഡോളസൻസ് പീരിയഡിലുള്ള കുട്ടികളെ അവരോട് വച്ചടിക്കാനുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് പറയാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉമാമ എന്ന സ്വഹാബി കുട്ടിയാണ്, കൗമാരക്കാരനാണ്. അവരെ വിളിച്ചിട്ട് പറയാണ്, യാ അബാ ഉമാമ, ഓ അബൂ ഉമാമത്തെ, ഇന്ന മിനന്നാസി മൻ ഇൻ അറാഹു ഫതലീനു ഖൽബി. ജനങ്ങളുടെ കൂട്ടത്തിൽ കാണുമ്പോൾ തന്നെ ഖൽബ് അലിഞ്ഞു പോകുന്ന ചില ആൾക്കാരുണ്ട്. അബൂ ഉമാമ, വഅന്ത മിൻഹും, നീ ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10-15 വയസ്സ് പ്രായമുള്ള കൗമാരക്കാരനായ ഒരു കുട്ടിയെ വിളിച്ചിട്ട് പറയാണ്, മോനെ അബൂ ഉമാമ, ജനങ്ങളെ കൂട്ടത്തിൽ കാണുമ്പോൾ തന്നെ ഖൽബ് ആർദ്രമായി പോകുന്ന, ഹൃദയമായിട്ട് അലിഞ്ഞു പോകുന്ന ചില ആൾക്കാരുണ്ട്. മോനെ ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ് നീ എന്ന് ലോകത്തിന്റെ നേതാവ് ഒരു കുട്ടിയെ വിളിച്ചിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറഞ്ഞാൽ ആ കുട്ടിക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാകുന്നുണ്ടാകും. എന്നിട്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മോനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടുകാർക്ക് സലാം പറയാമോ, ഇതാണ് പറയുന്ന ഉപദേശം. പക്ഷേ അതിന് ആമുഖമായി പറഞ്ഞ വാക്കെന്താണെന്നുള്ളത്, കൗമാരക്കാരായ കുട്ടികൾക്ക് അവരുടേതായ പ്രായത്തിന്റെ ചാപല്യങ്ങളുണ്ടാകും. അവരല്പം കുസൃതി കളിക്കും, അവരുടെ തമാശയും വികൃതികളൊന്നും ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടില്ല, നിങ്ങൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ അവർ കേട്ടെന്ന് വരില്ല. അതേസമയം അവരെ നിങ്ങൾ ചേർത്ത് നിർത്തണം എന്ന് ആരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവരെ നിങ്ങൾ തള്ളരുത്, ഇതൊന്നും നന്നാവരടാ, ഇതൊക്കെ കെട്ടും കെട്ടുപോയിട്ടാ, ഇതൊന്നും പറഞ്ഞാൽ കേൾക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ രക്ഷിതാക്കൾ തള്ളണ്ട, ഉസ്താദുമാരെ തള്ളണ്ട, ആരും തള്ളണ്ട, ഏത് വിധത്തിലുള്ള ആളെയും ചേർത്ത് നിർത്തണം. മദ്രസയിലേക്ക് രാവിലെ വന്നിരിക്കുന്നു ഒരുത്തൻ, മുടിയൊക്കെ ക്രോപ്പ് ചെയ്തു, കണ്ടാൽ തന്നെ ശൈത്താന്റെ തലയാണ്. പക്ഷേ സദറുസ്താദ് അത് മുഖത്ത് കാണിക്കാൻ പാടില്ല. സദറുസ്താദ് അവനെ ചേർത്ത് പിടിക്കണം. നേരത്തെ അവനോട് സലാം പറഞ്ഞതിനേക്കാൾ, നേരത്തെ അവനോട് വിശേഷങ്ങൾ ചോദിച്ചതിനേക്കാളും കൂടുതൽ അവന് ഒന്നുകൂടി അടുപ്പിച്ച് കൊണ്ട് നിർത്തണം. അവനോട് അതിനെ പറ്റി ഒന്നും പറയണ്ട, അവൻ മുടി വെട്ടിയത് മോശമായതൊന്നും പറയണ്ട, അവനൊന്നും കൂടി ചേർത്ത് നിർത്തിയാൽ മതി. ഞാൻ ഏതായാലും ഇങ്ങനെ വെട്ടി ആദ്യമായിട്ട് വെട്ടിയതാണ്, അതിനെപ്പറ്റി പറയാന്നുള്ള ഒരു ഇതിലാണ് അവൻ വന്നത്. പക്ഷേ സദുസ്താദ് അവനൊന്നും കൂടി ചേർത്ത് നിർത്തി അതിനെപ്പറ്റി ഒരു അക്ഷരമില്ല. അതിന് പറയാനുള്ള സമയം ആവട്ടെ. നമ്മളെ കോപവും ദേഷ്യവും മൂക്കത്തെ ശുണ്ടിയോ എല്ലാം കൂടി കുട്ടികളെ നേരെ കാണിച്ചാൽ അവൻ പിറ്റേന്ന് മദ്രസയിൽ നിന്ന് നിർത്തിപ്പോകും, അവന്റെ തല ഒന്നാകെ പോലായി പോകും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള സ്വഭാവങ്ങളും ശീലങ്ങളും കാണുമ്പോൾ ആ കുട്ടികളെ ചേർത്ത് നിർത്താനുള്ള സന്മനസ് നമുക്കുണ്ടാവുക. കൗമാരക്കാരനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? യാ മുആദ് ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്. മുആദേ, നിന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഞാൻ സ്നേഹിക്കുന്നു. ഐ ലവ് യു എന്ന് പറയുന്ന തങ്ങൾ അത് കേൾക്കുന്ന ഒരാളുടെ മനസ്സ് എത്രമാത്രം തുറക്കും. അങ്ങനെ മനസ്സ് തുറന്നിട്ട് വേണം കുട്ടികളോട് സംസാരിക്കാൻ.
മനസ്സ് തുറന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിസ്കാര ശേഷം ഓരോ ഫർള് നിസ്കാരങ്ങളുടെ ശേഷവും അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖ തുഅതിക എന്ന ആ ഒരു ദുആ ഒരിക്കലും നീ മുടക്കരുത്, മറക്കരുത്. ഇങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ പുതിയത് മറക്കുമോ? അപ്പൊ കുറെ ഒച്ചപ്പാടും ബഹളവും ചീത്തയുമായിട്ടല്ല നമ്മൾ കുട്ടികളെ സമീപിക്കേണ്ടത്. ആ കുട്ടികൾക്ക് തിരിയുന്ന ഭാഷയിൽ, കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കുട്ടികളെ കൈകാര്യം ചെയ്ത് നമ്മളെ കുടുംബം നന്നാക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ തൗഫീഖ് നൽകുമാറാകട്ടെ. ഉമ്മമാരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കുട്ടിയുടെ പ്രായത്തിൽ ആ കുട്ടിയുടെ ആയുസ്സിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്, മനഃശാസ്ത്രം പറയുന്നത്, സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത് ഓറൽ സ്റ്റേജ് ആണ്. ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ തൊള്ള മാത്രം വർക്ക് ചെയ്യുന്ന സമയം. പ്രധാനമായിട്ടും പാല് കുടിക്കുക, എന്തെങ്കിലുമൊക്കെ ഭക്ഷണ സാധനങ്ങൾ വായിൽ കിട്ടിയാൽ അതിങ്ങനെ രുചിക്കുക, അമ്മ അമ്മ എന്നിങ്ങനെ വിളിക്കുക, കരയുക, ഇത് മാത്രമേ ആ കുട്ടി ചെയ്യുന്നവരും അങ്ങനെ മാത്രം ചെയ്യുന്ന ഒരു കാലമുണ്ട്. അത് ആ കുട്ടി ജനിച്ചത് മുതൽ 1.5 വയസ്സാകുന്നത് വരെയുള്ള സമയമാണ്. ഈ സമയത്തിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും രക്ഷിതാക്കൾ കുട്ടിക്ക് ഷോക്ക് ഉണ്ടാക്കിയാൽ, കുട്ടിയെ ചീത്ത പറയുകയോ കുട്ടിയെ അടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കുട്ടിക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്താൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. 1.5 വയസ്സ് വരെയുള്ള സമയം വളരെ സൂക്ഷിക്കണം. ഇപ്പൊ കുട്ടി പാലിൽ ഞാൻ കുടിക്കുന്ന സമയത്ത് ഉമ്മ വെറുതെ തൊള്ളട്ട്, കുട്ടിന് എന്തോ പറഞ്ഞുകൊണ്ട് തമാശക്ക് തൊള്ളട്ടതാണ്. അപ്പൊ കുട്ടി പാല് കുടിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഉമ്മാനെങ്ങനെ മുഖത്തേക്ക് കണ്ണൊക്കെ തന്നെ നോക്കും. പിന്നെയും ഒന്ന് കൂടി ചീത്ത പറഞ്ഞു, കൈകൊണ്ട് ഒരു പൊട്ടൽ പൊട്ടി. അപ്പൊ കുട്ടിക്ക് ഭയങ്കര സങ്കടമായി, പാല് കൂടി നിർത്തി. പിന്നെയും ഉമ്മ എന്തോ പറഞ്ഞപ്പോ കുട്ടി അങ്ങനെ കരഞ്ഞു. ആ കരച്ചിൽ പെട്ടെന്ന് നിന്നില്ല, അതിങ്ങനെ ഒരു തേങ്ങി കരച്ചിലായി മാറിയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ കുട്ടിക്ക് ഒരു ഷോക്ക് ഉണ്ടായിട്ടുണ്ട്, മനസ്സിനൊരു സങ്കടം ഉണ്ടായിട്ടുണ്ട്. ഈ 1.5 വയസ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന സങ്കടം കാരണത്താൽ ഈ ഭാവിയിൽ വരാൻ പോകുന്നത് എന്താണ്? ഈ മനഃശാസ്ത്രം പറയുന്നത് ഇവന്റെ പാല് കുടിക്കുന്നതിന്റെ ഇടയിലാണ് ഇവർക്ക് ഷോക്ക് ഉണ്ടായത്. ഇവർക്ക് ടേസ്റ്റ് മുറിഞ്ഞുപോയി. ഇനി എപ്പോ പാല് കുടിക്കുമ്പോഴും അവന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത, ഇപ്പൊ കേൾക്കുക ചിന്ത എന്നാണ്. അതുകൊണ്ട് എന്റെ പാല് കുടിയുടെ രസം പിന്നെ അവന് കിട്ടൂല, ഭക്ഷണം കഴിക്കുന്നതിന്റെ രസം അവന് മനസ്സിലാക്കൂല. ഇവൻ വലുതായിട്ടുണ്ടെങ്കിൽ ഓരോ ഐറ്റം ഭക്ഷണങ്ങൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവനായിട്ട് മാറും. അതൊക്കെ നമുക്ക് സഹിക്കാം. അതേസമയം ഇവൻ ചൂയിങ്ങം പോലൊത്തത് ചവച്ച് നടക്കുന്ന ഒരുത്തനായി മാറും. അതും സഹിക്കാം. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്, ഇവൻ വലുതായി വന്നിട്ടുണ്ട് എങ്കിൽ രുചി വൈവിധ്യങ്ങൾ അന്വേഷിക്കുകയും അങ്ങനെ മിക്കവാറും ഇവൻ ലഹരിയുടെ അല്ലെങ്കിൽ പുകവലിയുടെ അടിമയായി മാറുകയും ചെയ്യും. പ്രശ്നം എവിടെയാണ്? 1.5 വയസ്സിന്റെ ഇടയിൽ ഈ കുട്ടിക്കുണ്ടായ ഷോക്കാണ്. അപ്പൊ 1.5 വയസ്സ് വരെയുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ കൈകാര്യം ചെയ്യണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ തന്നെയാണ് പലപ്പോഴും ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് രക്ഷിതാക്കളെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, 10 വയസ്സിന്റെ ഇടയിൽ എന്റെ കുട്ടിയെ ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല എന്ന് ഉറപ്പായിട്ട് ധൈര്യത്തിൽ പറയാൻ പറ്റുന്ന രക്ഷിതാക്കൾ ആരാണെന്ന് കൈ മുക്കിൽ ഏത് 10 വയസ്സ് വരെയുള്ള കുട്ടിയെ അടിച്ചിട്ടില്ലാതെ ഒരൊറ്റ രക്ഷിതാക്കൾ ഉണ്ടാവില്ല. വയസ്സ് നമ്മൾ കുറച്ച് ഒരു 5 വയസ്സിന്റെ ഇടയിൽ ഇതുവരെ എന്റെ കുട്ടിയെ ഞാൻ അടിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ ധൈര്യമുള്ളത് കൈപൊക്കി. ആരും ഇന്നേ വരെ എന്റെ വിധത്തിൽ കൈപൊന്നിച്ചിട്ടില്ല. ഇവിടെ ഞാൻ ചോദിക്കുന്നില്ല, കാരണം എല്ലാവരും കൈപൊന്നിച്ചു. നിങ്ങളൊക്കെ കുട്ടികളോട് വളരെ കുറവുള്ള ആൾക്കാരാണ്, കുട്ടികളെ തല്ലാത്ത ചീത്ത പറയാത്ത ആൾക്കാരാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ പലപ്പോഴും പിന്നീട് താത്തി ചോദിക്കും, 3 വയസ്സ് വരെ എന്റെ കുട്ടിയെ ചീത്ത പറഞ്ഞിട്ടില്ല, അടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന രക്ഷിതാക്കൾ ഉമ്മമാരോ ഉപ്പന്മാരോ ഉണ്ടെങ്കിൽ കൈമുക്കിയെന്ന് പറയും. അപ്പൊ ഇന്നാളെ ഒരാള് കൈമുക്കി. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറയണേ, ഉസ്താദേ മൂപ്പര് ഭാര്യ ഗർഭമുള്ള സമയത്ത് കണ്ടു പോയിട്ട് പോകുന്നത് കുട്ടിനെ ചീത്ത പറയുന്ന മുമ്പിൽ കിട്ടിയിട്ടില്ല. അതാണ് സംഭവം. 2 വയസ്സിന്റെ അടിയിൽ ചീത്ത പറയാത്തവരും അടിക്കാത്തവരും കൈപൊക്കി തന്നെ ആരും ഉണ്ടാവാറില്ല. 1 വയസ്സായപ്പോഴേക്ക് എന്റെ കുട്ടിയെ തല്ലാനും ചീത്ത പറയാനും തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഈ മൂക്കത്തെ ശുദ്ധിയാണ്. ഇങ്ങനെയുള്ള ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ പുകവലിയുടെയും ലഹരിയുടെയും ആളുകളാകുന്നതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് നേരത്തെ പറഞ്ഞു വെച്ചത്. നമ്മൾ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് മാതാപിതാക്കളാണ് എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയിൽ, പരിശുദ്ധ ഇസ്ലാമിന് പറ്റുന്ന പ്രകൃതിയിലാണ് ഓരോ കുട്ടികളും ജനിക്കുന്നത്. മാതാപിതാക്കളാണ് അവരെ ക്രിസ്ത്യാനിയും യഹൂദിയും നസ്രാനിയും എന്ന് പറഞ്ഞത് സാഹചര്യങ്ങളാണെന്നാണ്. ഈ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട സാഹചര്യങ്ങളൊക്കെ മാതാപിതാക്കൾ തന്നെയാണ് കുളമാക്കുന്നത്.
അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടി അവഗണന നേരിട്ടാൽ ആ പ്രായത്തിന് പറയുന്ന പേര് ആനൽ സ്റ്റേജ് എന്നാണ്. കുട്ടി മലമൂത്ര വിസർജനത്തിന്റെ മര്യാദകൾ പഠിക്കുന്ന ഒരു കാലാണത്. അതിന്റെ കാര്യത്തിൽ പല ആശങ്കകളുള്ള കാലാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ ഭാര്യയും മക്കളൊക്കെ ഭാര്യന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഭാര്യ എന്നോട് പറയണേ, ഒരാഴ്ചയായിട്ട് മോള് ടോയ്ലറ്റ് പോയിട്ടില്ല, മലവിസർജനം നടത്തിയിട്ടില്ല. 3 ദിവസം വരെ മലവിസർജനം നടത്തിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു ദിവസം 3 വട്ടം മലവിസർജനം നടത്തുകയാണെങ്കിലും കുഴപ്പമില്ല. ഇതിൽ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. ഒരു ദിവസം ഒരു കുട്ടി 3 തവണ മലവിസർജനം നടത്തിയാൽ ഒരു പ്രശ്നമല്ല, 3 കൂടുതലാവുമ്പോൾ ശ്രദ്ധിക്കണം. അതേസമയം 3 ദിവസം ഒരു കുട്ടി മലവിസർജനം നടത്തിയിട്ടില്ല കുഴപ്പമില്ല, 3 കൂടുതൽ ദിവസം മലവിസർജനം നടത്താൻ ഞാൻ പ്രോബ്ലം. ഇതിപ്പോ ഒരാഴ്ച ചെയ്യുന്ന ഭാര്യ കുട്ടി കത്തുസുബോധത്തിലാണെങ്കിൽ രക്ഷിതാക്കൾക്ക് ഉമ്മമാർക്ക് സൗകര്യമാണ്, അവർക്ക് ആ സമയം കൂടി ലാഭം. പക്ഷേ ഇത് ഒരാഴ്ചയായി കുട്ടി തിന്നുന്നുണ്ട്, പക്ഷെ ഓടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ രാവിലെ ഉറപ്പായിട്ട് കുറച്ച് തേന് കൊടുക്കണം. അങ്ങനെ തേന് കൊടുത്ത് അന്ന് കുട്ടി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്ത് പേരൊക്കെ ലേശം കൊടുക്കാം. അങ്ങനെ കൊടുത്തപ്പോ കുട്ടി നന്നായിട്ട് മലവിസർജനം നടത്തി. അപ്പൊ നോക്കൂ നിങ്ങള്, കുട്ടി പോയിരുന്ന എന്റെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ വീട്ടിലേക്ക് എത്തിയപ്പോ മലവിസർജനം നടത്താൻ ചില ബുദ്ധിമുട്ടുകൾ വന്നു. സാഹചര്യമായപ്പോ കുട്ടിക്ക് അവിടെ ഇരുന്ന് ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ ഈ 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെ, എന്റെ കുട്ടിക്ക് 3 വയസ്സാ പ്രായം. ഈ 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള സമയം എന്ന് പറയുന്നത് അവരുടെ ആനൽ സ്റ്റേജ് ആണ്, അഥവാ മലമൂത്ര വിസർജന മര്യാദ പഠിക്കുന്ന സമയമാണ്. ഈ സമയത്ത് കുട്ടിക്ക് വല്ല ഷോക്ക് ഉണ്ടായാൽ, വല്ല അവഗണനയും കുട്ടി നേരിട്ടാൽ, ഈ കുട്ടികൾ ആളുകളെ കാണുമ്പോൾ ലജ്ജ വരുന്ന ആളുകളായി മാറി. ഒരു വിരുന്നേര് കൊലൈമപ്പുരി കണ്ട് കയറിയാൽ അടുക്കളയിൽ കൂടി വണ്ടി കഴിച്ചില്ല. വിരുന്നേരെ അഭിമുഖീകരിക്കാൻ മടി, ഒരു സഭയിൽ എഴുന്നേൽക്കാൻ മടി, ഒരു സദസ്സിനോട് 2 വാക്ക് പറയാൻ മടി, ഒരാളോട് നേരെ സലാം പറയാൻ പോലും മടിയുള്ള കുട്ടികളായിട്ട് മാറും. ഈ പ്രായത്തിൽ അവഗണന നേരിട്ട കുട്ടി മൂത്രമൊഴിച്ചു, കുട്ടി മലവിസർജനം നടത്തി, ഇമ്മാതൊന്ന് കഴുകി തരുമെന്ന് കുട്ടി ചോദിക്കുമ്പോ എന്നോട് ആരെപ്പോ ഇടാൻ പറഞ്ഞ് മര്യാദയോടെ നിന്നോട് കുറച്ചൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ കുട്ടിയെ അവഗണിക്കാൻ പാടില്ല. ഈ കുട്ടി നെജസും പിടിച്ചിട്ട് അവർക്ക് കാട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അത് കുട്ടിയുടെ സ്വഭാവത്തെ ബാധിക്കും. അപ്പൊ 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കാലത്ത് കുട്ടി അവഗണന നേരിടുമ്പോൾ ആ കുട്ടി അന്തർമുഖനായി മാറാനും, അതുപോലെ തന്നെ കുട്ടിക്ക് പിശുക്ക് എന്ന അസുഖം ഉണ്ടാകാനുള്ള കാരണമാവും. കുട്ടി പിശുക്കനാകുന്നതാണ്. അതിന്റെ ലോജിക്ക് എന്താ നിങ്ങൾക്ക് മനസ്സിലായി? ഇതും പിശുക്കും കൂടി എങ്ങനെ ബന്ധപ്പെടുന്നതാണ്. പക്ഷെ പിശുക്കന്മാരായി മാറുന്നതാണ്. ഈ 3 വയസ്സ് മുതൽ 7 വയസ്സിന്റെ ഇടയിലുള്ള കാലം എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഏജ് ആണ്. എല്ലാ കാര്യങ്ങളും ഉറക്കുന്ന സമയമാണ്. ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഉറക്കുന്ന സമയമാണ്. അപ്പൊ നോക്കൂ നിങ്ങള്, നമ്മളെല്ലാവരും ഇവിടെ പകൽ സമയത്ത് വൈകുന്നേര സമയത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വിചാരിച്ചു. കുറെ കുട്ടികളുണ്ട്, മുതിർന്ന ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ മാത്രമേ ഇരിക്കാന്ന് വിചാരിച്ചുള്ളൂ. ഒരു പെൺകുട്ടി അവിടെ നിന്ന് അങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു വരുന്നു. എല്ലാവരും ആ പെൺകുട്ടിയെ കാണുന്നുണ്ട്. ഓരോരുത്തരുടെ മനസ്സിലും എന്താണ് ഉണ്ടാവുക? എന്റെ മനസ്സിൽ ആ പെൺകുട്ടിയെ കാണുമ്പോൾ എന്താ ഉണ്ടാവുക? നിങ്ങളുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക? 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു ആൺകുട്ടിക്ക് എന്താ തോന്നുക? ഒരു പെൺകുട്ടിക്ക് എന്താ തോന്നുക? ഈ തോന്നലുകളൊക്കെ 7 വയസ്സ് വരെ ഒരു പെൺകുട്ടിയെ കുറിച്ച് അവൻ എന്താണോ മനസ്സിലാക്കി വെച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് തോന്നുക എന്നാണ്. 7 വയസ്സ് വരെയുള്ള പ്രായത്തിന്റെ ഇടയിൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് അതെന്റെ സഹോദരിയാണ്, എന്നെ പോലെ തന്നെ ഒരു മനുഷ്യത്തിയാണ്, അത് പ്രത്യേക ആവശ്യമുള്ള ദുർബലയായ ഒരു പടപ്പാണ്, അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്, ഇങ്ങനെ ഒരു പെണ്ണിനെ പറ്റി നല്ല ഒരു കാഴ്ചപ്പാടാണ് ഒരു കുട്ടിയുടെ മനസ്സിലുള്ളത് എങ്കിൽ അവൻ ആ കണ്ണോടെ ആ കുട്ടിയെ കാണുള്ളൂ. അവൻ എത്ര പ്രായമുള്ള ആളാണെങ്കിലും 7 വയസ്സിന്റെ ഉള്ളിൽ അവൻ എന്താണോ ഒരാളെ പറ്റി മനസ്സിലാക്കിയത് അങ്ങനെ കാണുള്ളൂ. അതേസമയം 7 വയസ്സിന് മുമ്പ് ഇന്ന് നമ്മുടെ കുട്ടികൾ കാണുന്നത് എന്താണ്? കേരളത്തിലെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയാണ്, ഒരു കൊലപാതകം, ഒരാൾ മരിച്ചു കിടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് ആദ്യമായി കണ്ടത് ഞാൻ സർവീസിൽ കയറിയതിന് ശേഷമാണ്. 30 വയസ്സായതിനു ശേഷമാണ് ഒരാൾ മരിച്ചു കിടക്കുന്ന ഒരു രംഗം ഞാൻ കണ്ടത്. അതേസമയം നമ്മുടെ മക്കൾ 7 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഇന്ന് കൊലപാതകങ്ങൾ കാണുന്നു. കൊലപാതകങ്ങൾ കാണുക മാത്രമല്ല ചെയ്യുന്നത്, അവരെ ആൾക്കാരെ വെടിവെച്ചു കൊല്ലുന്നു. അതെവിടെയാണ്? അത് സ്ക്രീനിലാണ്. നമ്മളൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയെ ചുംബിക്കുന്നത്, ഇത് നമ്മൾ കാണുന്നത് എപ്പോഴാണ്? നമ്മൾ സ്വന്തം കല്യാണം കഴിച്ചതിന് ശേഷം അത് കാണുന്നത്. അതേസമയം ഇന്നത്തെ കുട്ടികളോ 7 വയസ്സാകുന്നതിന് മുമ്പ് ചുംബന രംഗങ്ങളുള്ളവരെ കണ്ടു കഴിഞ്ഞു. എവിടുന്ന് കണ്ടു?
നമ്മളെ മൊബൈൽ ഫോണായിട്ട് കൊടുത്തല്ലേ നമ്മൾ. റീൽസ് ഇങ്ങനെ കാണുന്നതിന്റെ ഇടയിൽ പരസ്യം വന്നിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ റീൽസ് വന്നിരുന്നു. ഇന്നിപ്പോ അതൊന്നും ഒരു വിഷയേ അല്ലാത്ത ഒരു കാലമായി മാറി. അപ്പൊ 7 വയസ്സാകുമ്പോഴേക്ക് ഓരോ കുട്ടികളും 40 വയസ്സുണ്ടായിരുന്ന പണ്ടത്തെ ഒരാളുടെ അനുഭവങ്ങളും അറിവുള്ള ആളുകളായി മാറുന്നു എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കുട്ടികളൊക്കെ ചെറിയ മക്കളാണ്, ചെറുതല്ലേ എന്ന് വിചാരിച്ചിട്ടുള്ള കാഴ്ചപ്പാട് നമ്മൾ വെക്കണ്ട. അവരൊക്കെ ബുദ്ധിപരമായും അനുഭവങ്ങൾ കൊണ്ടും വളരെയധികം വലുതായിട്ടുണ്ട്. ഈ ബോധം എപ്പോഴും നമുക്ക് വേണം. കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് വിചാരിക്കില്ല. കുട്ടികളെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവര് കാണുന്ന കാഴ്ചകൾ അങ്ങനത്തെ കാഴ്ചകളാണ്, അവര് കാണുന്ന രംഗങ്ങൾ അങ്ങനത്തെ രംഗങ്ങളാണ്. നമ്മൾ വലുതായി 10, 25, 30 വയസ്സും കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ട പല രംഗങ്ങളും 7 വയസ്സാകുന്നതിന് മുമ്പ് എന്റെയും നിങ്ങളുടെയും മക്കൾ ഇപ്പോ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഈ ബോധം രക്ഷിതാക്കളായ നമുക്കുണ്ടാകണം. അവര് ചെറിയ കുട്ടിയല്ലേ, അത് അങ്ങട്ടല്ലേ ഇങ്ങട്ടല്ലേ, ഈ വക വാദങ്ങൾക്കൊന്നും ഇനി ഇവിടെ സാധ്യതയില്ല, അതിനൊന്നും ഇനി ഗ്യാപ്പില്ല. നോക്കൂ, നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ ഈ അടുത്ത സമയത്ത് നമ്മളെ മരണ നിലയിൽ മരിച്ച ആൾക്കാർ എത്രയാണ്? ചെറിയ മക്കൾ മൊബൈൽ ഫോൺ തരില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഉമ്മ പ്രകോപിപ്പിച്ചിട്ട് പോലുമില്ല. ടൂർ പോകാൻ പൈസ ഇല്ല, ഞമ്മക്ക് ഞാൻ വന്നതിന് ശേഷം പോയാ പോരെ എന്ന് ഒരു രക്ഷിതാവ് ചോദിച്ചു. ആ വർത്തമാനം ഉണ്ടെന്നല്ല പറഞ്ഞത്, ഒരു നിലക്ക് എന്നെ വിടൂല എന്നല്ല പറഞ്ഞത്. ടൂറിന് വാപ്പ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോയാ പോരെ ഇത്രേ വാപ്പ ചോദിച്ചിട്ടുള്ളൂ. പിറ്റേന്ന് കുട്ടി തൂങ്ങി മരിച്ചു. തിരൂര് ഗേൾസ് സ്കൂളിൽ കുട്ടി തൂങ്ങി മരിച്ചു. നോക്കൂ, നിങ്ങൾ നിസാര കാര്യത്തിന് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതിനൊക്കെയുള്ള പ്രവണത കിട്ടുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന ഫോണിൽ നോക്കിയിട്ട് പിന്നെ റീൽസുകൾ കണ്ട് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തൂങ്ങേണ്ടത്, എങ്ങനെയാണ് മരിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് ഇവർ മനസ്സിലാക്കി വെക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികളെ നമ്മുടെ പരിതമിൽപ്പിക്കാൻ, നമ്മുടെ കുടുംബം ഒരു സ്മാർട്ട് ഫാമിലിയായി മാറാൻ, നമ്മുടെ പ്രാസ്ഥാനിക കുടുംബത്തിലെ ഓരോ അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും എല്ലാവരും ആദരിക്കപ്പെടുന്ന മാതൃകയുള്ള ഒരു കുടുംബമായി മാറാൻ നല്ല സഹനത്തോടുകൂടി ക്ഷമയോടുകൂടി നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ അയൽവാസികൾ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ അയൽവാസികൾ, ആ അയൽവാസികളോടുള്ള നമ്മുടെ ഇടപാടുകളൊക്കെ നമ്മൾ കൃത്യമാക്കി വെക്കണം. അയൽവാസികളെ നമ്മൾ ബഹുമാനിക്കണം. അക്രിം ജാറക, ഇത് അയൽവാസികളെ ബഹുമാനിച്ചോളണം. വലവുക്കാനെ കാഫിറാണെങ്കിലും ശരി, അയൽവാസികളുടെ ബഹുമാനം അവനുണ്ട്. അപ്പൊ ആ അയൽവാസിക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. അയൽവാസിയെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യരുത്. അയൽവാസി പട്ടിണി കിടന്നാൽ വയറ് നിറച്ച ആ സമയത്ത് ഒന്ന് എഴുതിയെങ്കിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് പാലിച്ചവനല്ല എന്നാണ് അവിടുന്ന് പറയുന്നത്. അയൽവാസി, ഒരു മനുഷ്യൻ രോഗിയായി കിടന്നു, 4 ഭാഗത്തേക്ക് 40 വീടുകൾ നമ്മുടെ അയൽപക്കങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിലെ അയൽപക്കം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് രാജ്യത്തിന്റെ അതിർത്തികൾ കടന്നു പോകുന്ന കോൺസെപ്റ്റാണ്. 40 അയൽവാസികൾ, ഈ ഭാഗത്തേക്കുള്ള 40 അയൽവാസികൾ, അപ്പുറത്തെ ആൾക്ക് ആ 41ാമത്തെ ആൾ കൂടി അയൽവാസിയാണ്, അതിന്റെ അടുത്ത വീട്ടുകാരൻ 42ാമത്തെ ആൾ അയൽവാസിയാണ്. അങ്ങനെ അയൽപക്കം എന്ന ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്ന്, രാജ്യത്തിന്റെ അതിർത്തി കടന്ന് ലോകമൊന്നാകെ അയൽവാസികൾ എന്ന ഒരു കോൺസെപ്റ്റാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ അയൽവാസികളോടൊക്കെ നമുക്ക് എന്ത് വേണം? സ്നേഹം വേണം. അയൽവക്കത്തെ ഒരാള് കിടന്ന് അയാൾ മരിച്ചതിന് ശേഷമാണ് പഠിച്ചത് അയാൾക്ക് ഇത്ര വലിയ അസുഖമൊന്നും ഇല്ലല്ലോ, നമ്മൾ അയാളെ സഹായിക്കണം, അയാൾക്ക് വേണ്ടത് കൊണ്ട് ചെയ്തു കൊടുക്കണം. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പോയില്ല. അങ്ങനെ ആ മനുഷ്യൻ മരിച്ചു എന്ന് വിചാരിക്കുക. മരിച്ചപ്പോൾ ഇയാൾ പറയണം, അത്ര ഗൗരവേദന പോകുമ്പോൾ അസുഖത്തിന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അങ്ങനത്തെ ഒരാളെ പറ്റി പറയുന്നത്, അതിനെ പറ്റി മുഅ്മിൻ എന്ന് പറയാൻ പറ്റില്ല. അയൽവാസിക്ക് ഇത്ര വലിയ അസുഖം ഉണ്ടായിരുന്നു എന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നിന്നെ പറ്റി ആ മുഅ്മിനായ മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അയൽവാസിയുടെ പ്രശ്നങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ അയൽവക്കങ്ങളിൽ ആർക്കാണ് പ്രയാസം, എവിടെയാണ് ബുദ്ധിമുട്ട്, ആർക്കാണ് കഷ്ടപ്പാട്, ആർക്കാണ് രോഗങ്ങൾ, ഇത് നമ്മൾ അറിയണം. ഇതൊക്കെയാണ് നമ്മുടെ പ്രസ്ഥാനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
നമ്മുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ ഇതിനാണ് നേതൃത്വം നൽകുന്നത്. ഈ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്കൊക്കെ എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ സാന്ത്വന പ്രവർത്തകർ അറിയുന്നത്. വളരെ മികച്ച സാന്ത്വന പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒന്നുകൂടി വ്യാപിപ്പിക്കുകയും മുസ്ലിം ജമാഅത്തിന്റെയും SYS-ന്റെയും SSF-ന്റെയും ആളുകളൊക്കെ സജീവമായി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിൽ സഹായികളായി സഹകാരികളായി നിൽക്കുകയും ഉമ്മമാരും അതുപോലെ തന്നെ ഉമ്മാമ്മമാരും ഈ നാട്ടിലുള്ള എല്ലാ സഹോദരികളും അതിന് വേണ്ട പിന്തുണകൾ ചെയ്തു കൊടുക്കുകയും വേണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളൊക്കെ നല്ല കുടുംബങ്ങളാണ്. കുടുംബങ്ങളിലൊക്കെ വിവാഹമോചനത്തിന്റെ തോതുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2017 കണക്കാണ് അവസാനം വന്നത്. ഓരോ മണിക്കൂറിലും നമ്മുടെ കോടതികളിൽ ഓരോ മണിക്കൂറിലും 5 വിവാഹമോചന കേസുകളാണ് നടക്കുന്നത് എന്നാണ്. ഓരോ മണിക്കൂറിലും കേരളത്തിൽ കുടുംബ കോടതികളുണ്ട്, തിരൂർ കുടുംബ കോടതിയുണ്ട്, മഞ്ചേരിയിൽ കുടുംബ കോടതിയുണ്ട്. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോടതികളിൽ ഓരോ മണിക്കൂറിലും 5 ഡൈവോഴ്സ് നടക്കുന്നുണ്ട് എന്നാണ്. രാവിലെ 10 മണിക്ക് കോടതി തുടങ്ങിയാൽ 11 മണിയാകുമ്പോൾ 5 12 മണിയാകുമ്പോൾ 10. ഇങ്ങനെ ഓരോ മണിക്കൂറിന്റെ ഇടയിലും 5 ഡൈവോഴ്സുകൾ വിവാഹമോചനങ്ങൾ നടക്കുന്നുണ്ട്. പണ്ട് കാലത്ത് വിവാഹമോചനങ്ങൾ നടന്നിരുന്നത് സ്ത്രീധനത്തിന്റെ പേരിലും അതിന്റെ പേരിലുള്ള പീഡനങ്ങളുടെ പേരിലുമായിരുന്നുവെങ്കിൽ ഇന്ന് വിവാഹമോചനങ്ങൾ നടക്കുന്നത് അവിഹിത ബന്ധങ്ങളുടെ പേരിലാണ്, മദ്യപാനത്തിന്റെ പേരിലാണ്. ഭർത്താവിന്റെ ഭാര്യയുടെ അവിഹിതം അത് മറ്റേ ഇണ കണ്ടു, അങ്ങനെ കണ്ടതിന്റെ പേരിൽ ഇനി അയാളെ ഒത്തുപോകാൻ പറ്റില്ല, ഇനി അവളെ പുറപ്പിക്കാൻ പറ്റില്ല, ഇതിന്റെ പേരിൽ നടക്കുന്നു. അതുപോലെ മദ്യപാനത്തിന്റെ പേരിൽ നടക്കുന്നു. 2017 കണക്കാണ് അവസാനം പുറത്തു വന്നത്. ഓരോ മണിക്കൂറിലും 5 ഡൈവോഴ്സാണ് നടക്കുന്നത്. ഇത് കോടതിയിൽ നടക്കുന്നതാണ്. ഇതിന്റെ ഇരട്ടിക്ക് വരും കോടതിക്ക് പുറത്ത് നടക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ വിവാഹമോചനങ്ങൾ നടക്കുന്ന ഒരു സമയത്ത് നമ്മളെ SYS-ന്റെ പ്രവർത്തകന്മാര്, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ കണ്ടോ, അയാളെ പേരിൽ കണ്ടോ, അത് നടന്നു ഇത് നടന്നു എന്ന രൂപത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ നേരെ ആക്ഷേപത്തിന്റെ വിരൽ ചൂണ്ടലുകൾ വരാൻ പാടില്ല. അപ്പൊ അതിന് പ്രതിരോധം തീർക്കുന്ന രൂപത്തിൽ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി ആ പ്രശ്നത്തെ പഠിച്ച് ഭാര്യയുടെ പ്രശ്നങ്ങൾ കേൾക്കണം, മരുമക്കളുടെ പ്രശ്നങ്ങൾ കേൾക്കണം, എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി നല്ല ഒരു കുടുംബനാഥനായി ആളുകളും നല്ല ഒരു ഉപ്പയായി നമ്മുടെ സഹോദരിമാരും പ്രവർത്തിച്ചാൽ തീർച്ചയായും നമ്മുടെ കുടുംബങ്ങൾ മാതൃകാപരമായ കുടുംബങ്ങളായി മാറി. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നാളെ അക്ഷരാവൻസഭയിൽ മീസാൻ എന്ന് പറയുന്ന തുലാസിന്റെ അടുക്കൽ എല്ലാം നഷ്ടപ്പെട്ട് പാപ്പരായി പാപ്പർ സൂട്ടായി നിൽക്കുന്ന ഒരു മനുഷ്യനെ പറ്റി പറയുന്നത് മീസാന്റെ അടുക്കൽ ഒരു മനുഷ്യനെ പിടിച്ചു നിർത്തും. പർവ്വതത്തിന്റെ അത്രയും വലിയ നന്മകൾ ചെയ്ത മനുഷ്യനായിരുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യനെ അവിടെ നിർത്തപ്പെടും. ധാരാളം നന്മകളുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യനെ മക്ഷറയിൽ കൊണ്ടുവന്നാൽ ആദ്യമായി അവരുടെ നേരെ വരുന്നത് അവന്റെ ഭാര്യയും അവന്റെ മക്കളുമായിരിക്കും. ഒരു മനുഷ്യനെ വിചാരണക്കെടുത്ത് കൊണ്ടുവന്നാൽ ആ മനുഷ്യന്റെ നേരെ ആദ്യമായി രംഗത്ത് വരുന്ന ആളുകൾ ഭാര്യയും മക്കളുമായിരിക്കും. അതിനുശേഷം പിന്നെ ബാക്കിയുള്ളവർക്ക് വരുള്ളൂ, ഇത് കിട്ടാണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ മനുഷ്യനെ അവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ സുബ്ഹാനല്ലാഹ് അവന്റെ ആശ്രിതരോടുള്ള ഉത്തരവാദിത്വങ്ങൾ അവൻ നിർവഹിക്കാത്തതിന്റെ പേരിൽ അവന്റെ ആശ്രിതർ, അവന്റെ ഭാര്യ, അവന്റെ സന്താനങ്ങൾ, അവൻ നോക്കേണ്ട, അവൻ പരിപാലിക്കേണ്ട മറ്റുള്ള ആളുകൾ, അവരോടുള്ള ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് അവനോട് ചോദിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അവനിക്ക് പലതിനും ഉത്തരങ്ങളില്ല. നമ്മുടെ മക്കള് പല ആളുകളും അവര് നമ്മുടെ ഫോൺ വാങ്ങിയിട്ട് വീട്ടിലെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പലതിലും അവര് റീലുകൾ ഇടുന്നുണ്ട്. അവരുടെ പല വീഡിയോകളും അവര് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രക്ഷിതാവ് എന്നവർക്ക് പലപ്പോഴും രക്ഷിതാക്കൾ അറിയില്ല, അല്ലെങ്കിൽ അതൊക്കെ കുട്ടിയല്ലേ. തിരൂര് ഭാഗത്തുള്ള ഇൻസ്റ്റഗ്രാമിലെ ഒരു താരമായ ഒരു പെണ്ണ്, ആ പെണ്ണ്
നസ്രിയ സുൽത്താന എന്ന പേരിൽ, സുൽത്താൻ എന്ന പേരിൽ ഒരു പെണ്ണിങ്ങനെ കുറെ റീൽസ് ഒക്കെ ഇട്ടിരുന്നു. അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പെണ്ണിന്റെ ആദ്യത്തെ കല്യാണം ഫ്ലോപ്പായി, അത് തകർന്നു. അതിനുശേഷം ഇപ്പോ ഒരു അന്യ മതസ്ഥരായ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ പോയി, അമുസ്ലിമായി പോയി, അമുസ്ലിമിന്റെ കൂടെ പോയി. നോക്കൂ നിങ്ങൾ, ആ കുട്ടിയുടെ ഉമ്മ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലൈവിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഓള് അമുസ്ലിങ്ങളുടെ വേഷം കെട്ടിക്കൊണ്ടൊക്കെ അവള് പല റീൽസ് ഇട്ടിരുന്നു. അപ്പൊ നമ്മൾ അതിനെ പറ്റി ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. കാരണം അതൊക്കെ ഒരു വരുമാനത്തിന്റെ മാർഗല്ലേ. എന്തെങ്കിലും അതൊക്കെ കണ്ട് ആ മുസ്ലിങ്ങളൊക്കെ ലൈക്ക് അടിച്ചാൽ 4 കാര്യം നമ്മൾ കിട്ടുമല്ലോ എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അവൾ പണി ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ മുസ്ലിമിന്റെ കൂടെ പോയതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. അവൾ അമുസ്ലിങ്ങളെ വേഷം കെട്ടിയിട്ട് ഹിന്ദുക്കളെ പോലെ കൊട്ടുകുത്തിയിട്ട് തലമറക്കാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഡാൻസ് കളിച്ചപ്പോൾ അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. ഞമ്മക്കും ചില അസുഖങ്ങളൊക്കെ അങ്ങനെ ബാധിച്ചിട്ടുണ്ട്. ഞമ്മക്കൊന്നിപ്പോ സിനിമ കാണുക എന്ന് പറഞ്ഞാൽ അത്രയൊരു സംഭവിക്കാത്തില്ല എന്നുള്ള നമ്മളൊക്കെ. കാരണം പണ്ടൊക്കെ ഒരു സിനിമ കാണുക, ഒരു സിനിമയുടെ ചെറിയൊരു ഭാഗം കാണുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ സംഭവിക്കാത്ത ആ സിനിമ കണ്ടോ. ഇതിപ്പോ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് സിനിമയുടെ ചെറിയ ചെറിയ പീസുകളോ അല്ലെങ്കിൽ അതുപോലെ ആളുകൾ അഭിനയിക്കുന്നതോ കണ്ടാലോ ഒരു പ്രശ്നമില്ല. അതൊക്കെ വലിയ ഇങ്ങനെ മാറ്റങ്ങൾ ഓരോന്നോരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ തന്നെ ഇപ്പോൾ കാണുന്നത് മറ്റേ ഇയാൾ പറഞ്ഞ ഏതോ ഒരു കോയാണ്ടി കുഞ്ഞാപ്പുഞ്ഞും പിന്നെ വികൃതികളാണ് നമ്മൾ കാണുന്നത്. ആ കോയൻ കുഞ്ഞാപ്പു എന്താണ് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ആ കോയൻ കുഞ്ഞാപ്പു പഠിപ്പിക്കുന്നത് ബാപ്പാക്ക് ഉമ്മാന്റെ പുറമെ ഒരു കാമുകി, ആ കാമുകിക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ വേണ്ടി ബാപ്പാനെ സഹായിക്കുന്ന മോൻ കുഞ്ഞാപ്പു. ഇതാണ് കുട്ടികൾക്ക് കിട്ടുന്ന മെസ്സേജ്. ബാപ്പാനെ അടിക്കുന്ന, ബാപ്പാനെ ഇടിച്ച് മറിച്ചിടുന്ന ഒരു മോൻ കുഞ്ഞാപ്പു. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അത് കാണാൻ വലിയ ഹരാണ്. ഞാൻ ഈ പറയുമ്പോൾ എന്റെ മക്കളടക്കം എല്ലാവരും അതിൽ പ്രതികളാണ്. ഞങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിക്കുകയും ഇത്തരം സ്വഭാവങ്ങളും സ്വഭാവ ദൃശ്യങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിഭാടനം ചെയ്ത് മെല്ലെ മെല്ലെ അതൊക്കെ നമ്മൾ ഒഴിവാക്കി നല്ല ഒരു കുടുംബാന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടാക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മഹ്ശറയിൽ കൊണ്ടുവന്ന് നിർത്തുന്ന മനുഷ്യൻ, ആ മനുഷ്യനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നീ എവിടുന്നാണ് പണം ഉണ്ടാക്കിയത്, എവിടെയാണ് അത് ചെലവഴിച്ചത് എന്ന് ചോദിക്കും. അങ്ങനെ അവന്റെ ആ ഭാര്യയും മക്കളും വന്നുകൊണ്ട് ഇയാൾ ഞങ്ങൾക്ക് എഴുതി പഠിപ്പിച്ചിട്ടില്ല, ഇയാൾ ഞങ്ങൾക്ക് മര്യാദകൾ പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ് ആ ഭാര്യയും മക്കളും കൂടി ഞങ്ങളെ പഠിപ്പിക്കാത്തതിന്റെ, ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഇയാൾക്കാണെന്ന് പറഞ്ഞ് അതൊക്കെ അയാളുടെ മേലിൽ ചാർത്തുകയും അയാളുടെ എല്ലാ നന്മകളും അവസാനം ഇവൻ പ്രാപ്പറായി ഇവനെ മലക്കുകൾ കൊണ്ടുപോയി നരകത്തിലേക്ക് അങ്ങനെ ഒരു ഗതികേട് നമുക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കൾ എവിടെ പഠിക്കുന്നു, എവിടെ പോകുന്നു, എപ്പോ വരുന്നു, എങ്ങനെ പോകുന്നു, ഇതൊക്കെ രക്ഷിതാക്കൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ്. കുട്ടിക്ക് നല്ല സ്കൂളിൽ തന്നെ +2 അഡ്മിഷൻ കിട്ടാൻ വേണ്ടി വേർക്കണോ എന്ന് വേർക്കാൻ വേണ്ടി പറയും. നല്ല കാര്യമാണ്. നല്ല ഒരു സ്കൂളിൽ തന്നെ +1 +2 അഡ്മിഷൻ കിട്ടും, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ പറഞ്ഞയക്കുന്ന ഗവൺമെന്റ് സ്കൂളിന്റെ സമീപത്ത് പ്രായപൂർത്തിയെത്തിയ നിന്റെ മകൾക്ക് ഉപസ്കരിക്കാനുള്ള സംവിധാനമുണ്ടോ എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചാൽ പലപ്പോഴും രക്ഷിതാക്കൾ ആലോചിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും ഏതെങ്കിലും പള്ളിയിൽ പോയി നിസ്കരിക്കുന്നുണ്ട്. ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പോകുന്ന പെൺകുട്ടികളൊക്കെ എല്ലാ ദിവസവും ഇതുപോലെ നേരം വൈകുന്ന അസ്ർ ഖളാഅത്തി. സുബ്ഹാനല്ലാഹ്, ഒരു പെണ്ണ് മദീനയുടെ തെരുവീതിയിലൂടെ വസ്ത്രങ്ങളൊക്കെ വാരി വലിച്ചുകൊണ്ട് ഓടി വരികയാണ്. എവിടെ നബി, എവിടെ നബി എന്ന് ചോദിച്ചുകൊണ്ട് സ്വഹാബാക്കൾ ആ പെണ്ണിനെ പിടിച്ചു കെട്ടി. ആ പെണ്ണിന് ഭ്രാന്തളകിയതുപോലെയാണ് ആ പെണ്ണ് ഓടി വന്നത്. ആ പെണ്ണിനെ പിടിച്ചു കെട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെ അടിപിടിയൊക്കെ നോക്കി. അവിടുത്തെ നുബുവത്തിന്റെ കണ്ണുകൊണ്ട് ആ പെണ്ണിനെ ഒന്ന് ശരിക്കൊന്ന് നോക്കിയിട്ട് ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ, നിന്റെ ജീവിതത്തിൽ ഗുരുതരമായ തെറ്റുകൾ സംഭവിച്ചു. നീ വ്യഭിചരിച്ചിട്ട്
എന്റെ കുഞ്ഞിനെ നീ ആ പെണ്ണ് തന്നെ ഏറ്റു പറഞ്ഞു. അത് അവസാനം ഞാൻ വ്യഭിചരിച്ചു നബിയെ. ആ വ്യഭിചാരത്തിലുണ്ടായ കുഞ്ഞിനെ ആളുകൾക്ക് വിൽക്കാൻ വെച്ച സുർക്കയിൽ മുക്കിയിട്ട് ഞാൻ കൊലപ്പെടുത്തി കളഞ്ഞു. ആ കുട്ടിയെ കൊന്ന സുർക്ക ഞാൻ ആൾക്കാർക്ക് കച്ചവടം ചെയ്തു. ഇത് പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പെണ്ണേ നിന്റെ ജീവിതത്തിൽ അസ്ർ നിസ്കാരം നീ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അസ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തി, ഒരു ഗൗരവമില്ലാതെ അസ്ർ നിസ്കാരത്തെ നീ നഷ്ടപ്പെടുത്തി, കാരണമില്ലാതെ നഷ്ടപ്പെടുത്തി. അതിന്റെ പേരിലാണ് ഇത്രയും ദുഷിച്ച പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് കയ്യോർമുണ്ടായത് എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ, ഒരു നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുമ്പോൾ ഉണ്ടാകുന്ന അനർത്ഥങ്ങളെ നമ്മൾ അവിടെ മനസ്സിലാക്കണം. ഒരു ബഹുർ എല്ലാ ദിവസവും മോള് കഥാക്കി എന്താ സംഭവിക്കുന്നത്? വൈകുന്നേരം അതിന് കഥാവ് വീട്ടുന്നുണ്ടല്ലോ. അസ്ർ നിസ്കാരം കുറേ ദിവസം കഥാക്കിയ ഒരു പെണ്ണാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വിചാരത്തിന് പോയത്, അതിലുണ്ടായ ഫലപ്പെടുത്തിയത്. അപ്പൊ നമ്മളെ മക്കൾ ഓരോ ദിവസവും മുഹർ കഥായാൽ, പ്രായപൂർത്തി എത്തിയ നമ്മുടെ മക്കളുടെ അസ്ർ കഥായാൽ ഇതിനൊക്കെ ആരും മറുപടി പറയും? ഇതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് നമ്മുടെ പ്രസ്ഥാനം നമുക്ക് മാർഗദർശനം നൽകുമ്പോൾ അതിന്റെ കൂടെ നിന്ന് നമ്മളൊക്കെ സജീവമായി പ്രവർത്തന രംഗത്തുണ്ടാവുകയും നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയോടുകൂടി ബോധത്തോടുകൂടി പ്രവർത്തിക്കുകയും വേണം. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നന്നാക്കി തരുമാറാവട്ടെ. നല്ല സന്തോഷകരമായ കുടുംബ ജീവിതത്തിന്റെ നിമിഷങ്ങളെ ആഖിറത്തിൽ വെച്ച് മാതാപിതാക്കളുടെ നേരെ വിരൽ ചൂണ്ടി ഞങ്ങൾക്ക് ഈ മത്സരയിൽ ജയിക്കാൻ കഴിയുന്നില്ല, ഞങ്ങളെ വഴി കേൾപ്പിച്ചവരെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞ് മാതാപിതാക്കളുടെ നേരെ വിരൽ ചൂണ്ടുന്ന മക്കൾ, ആ മക്കളെ കൂട്ടത്തിൽ നമ്മളോ നമ്മളെ മക്കളോ നമ്മുടെ സന്താന പരമ്പരകളോ അവരെ ഒന്നും പെടുത്താതിരിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ ചെയ്ത എന്തെങ്കിലും അബദ്ധത്തിന്റെ പേരിൽ നമ്മുടെ തലമുറകളെ നശിപ്പിക്കാതെ അവരുടെ പൊരുത്തവും മാപ്പും കിട്ടുന്ന രൂപത്തിൽ ആ മാതാപിതാക്കൾക്ക് വേണ്ടി പെരുമാറ്റുകൾ ചെയ്യാൻ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്തവർക്ക് ഹദിയ ചെയ്യാൻ വളർന്നു വരുന്ന നമ്മുടെ തലമുറയിൽ നല്ല ദിശാബോധം നൽകുന്നതിന് വേണ്ടി SSFന്റെ അംഗത്വകാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കുട്ടികളൊക്കെ വരി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മക്കളെ ഒക്കെ അതിൽ പ്രവർത്തിക്കാൻ വേണ്ടി ആ കമ്മിറ്റിയിൽ മെമ്പർമാരായിട്ട് പറഞ്ഞയക്കണം. മക്കൾക്കൊക്കെ ഹിദായത്തായിട്ട്. അതുപോലെ SYSന്റെ മെമ്പർഷിപ്പ് അപ്ലോഡ് ചെയ്യുന്ന സമയമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ മാത്രം പോരാ, നമ്മൾ അവരൊക്കെ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ ആളുകളെയും SYSന്റെ മെമ്പർമാരാക്കി അതിൽ മെമ്പർഷിപ്പ് എടുപ്പിച്ച് എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് പരിശുദ്ധമായ യഥാർത്ഥ ആദർശങ്ങളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുന്ന തലമുറകളെ ഉണ്ടാക്കണം. മുതിർന്ന മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അതുപോലെ നമ്മുടെ നാട്ടിലെ ആലിമീങ്ങൾ, കാരണവന്മാർ എല്ലാവരും ഒത്തൊരുമയോട് കൂടി നിന്ന് പരിശുദ്ധ ജമാഅത്തിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. ഈ സ്ഥാപനം അല്ലാഹു ഖിയാമത്ത് നാൾ വരെ വളരെ മനോഹരമായി ഭംഗിയായി പരിശുദ്ധ ജമാഅത്തിന്റെ കേന്ദ്രമായി അല്ലാഹു ഇതിനെ നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളെയും പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ഇനി പഠിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. SYSന്റെ 40-ാം വാർഷികവും 70-ാം വാർഷികവും പ്ലാറ്റിനം ജൂബിലി ഇവിടെ അതിന്റെ വിവിധങ്ങളായ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാനവ സഞ്ചാരം എന്ന പേരിൽ മന്നരായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ SYSന്റെ നേതാക്കന്മാർ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ എല്ലാ വിധത്തിലുള്ള മനുഷ്യന്മാരെയും ഒരുമിച്ച് കൂട്ടി, ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശം ആ ആളുകൾക്ക് കൂടി പകർന്നു കൊടുക്കുന്ന രൂപത്തിൽ മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അല്ലാഹുവേ എല്ലാം ഇനി വിജയിപ്പിക്കണം. മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർക്ക് ആക്കിയിട്ടുള്ള ദീർഘായുസ്സുകളെ, അതുപോലെ ഞങ്ങളുടെ നേതാക്കന്മാർ, മശായിഖന്മാർ, സാദാത്തുക്കൾ എല്ലാവരും ആക്കിയിട്ടുള്ള ദീർഘായുസ്സുകളെ. ഈ നാട്ടിൽ ഒരുപാട് കാരണവന്മാരെ പഠിച്ചവരെ എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും സിഹത്തും നൽകണേ അല്ലാഹ്. മരിച്ചുപോയ ഒരുപാട് നേതാക്കന്മാര്, ഈ പ്രദേശത്ത് നിന്ന് വിട പറഞ്ഞു പോയ സ്വാലിഹാത്തുകൾ എല്ലാവരുടെയും ഖബറിലേക്ക് ഈ സംഗമത്തിന്റെ പ്രതിഫലം എത്തിക്കണം. പഠിച്ചവനെ അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഒരുമിച്ച് വെക്കണം. اللهم اجعل جمعنا هذا جمعا مرحوما
حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار